الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും അൽ ഇസ്ലാഹ് റേഡിയോയിലൂടെയും എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, കുടുംബങ്ങളെ, വിദ്യാർത്ഥിനികളെ, എന്റെ ശബ്ദം ക്ലിയർ ആണല്ലേ? ശബ്ദം ക്ലിയർ ആണോ? അൽഹംദുലില്ലാഹ്. റമദാനിൽ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം സംഘടിപ്പിച്ചുള്ള സ്പെഷ്യൽ ക്ലാസുകളുടെ ഭാഗമായി മുൽത്തഖ റമദാൻ എന്ന പേരിൽ നടന്നുവരുന്ന വിവിധ വിഷയങ്ങളിൽ നടന്നുവരുന്ന ക്ലാസുകളുടെ ഭാഗമായി ഇന്ന് നടക്കാനിരിക്കുന്ന ക്ലാസിന്റെ വിഷയം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അതിഥിയെ ആദരിക്കുക എന്നുള്ള വിഷയമാണ്. ഇസ്ലാമിൽ മഹത്തായ സ്ഥാനമുള്ള ഒന്നാണ് അതിഥിയെ ആദരിക്കുക എന്നുള്ളത്. പലപ്പോഴും നാം എല്ലാവരും ഗൗരവത്തിൽ കാണാതെ നാം ചെറുതായി കാണുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ വിഷയം. എന്നാൽ ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടി വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും പ്രവർത്തനത്തിലുമെല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി ഉദ്ധരിച്ചിട്ടുള്ള വിഷയങ്ങളിൽ പെട്ടതാണ് ഇത്. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ചെറുതായി കാണുന്ന വിഷയങ്ങളിൽ പെട്ടതാണ് സൽസ്വഭാവം എന്നുള്ളത്. അതേപ്രകാരം അയൽവാസിയെ ആദരിക്കുക, അതിഥിയെ ആദരിക്കുക, അപ്രകാരം തന്നെ കുടുംബ സന്ദർശനം നടത്തുക, സൗഹൃദ സന്ദർശനം നടത്തുക, അതല്ലെങ്കിൽ രോഗിയെ സന്ദർശിക്കുക, അതല്ലെങ്കിൽ ഇത്ആം ഭക്ഷണം നൽകുക തുടങ്ങിയിട്ടുള്ള ധാരാളം വിഷയങ്ങൾ നമ്മൾ പ്രാധാന്യത്തോട് കൂടി കാണാതെ പോകുന്ന പല കാര്യങ്ങളിൽ പെട്ടതാണ്. നമുക്കറിയാം, അതിഥിയെ സന്ദർശിക്കുക, അതിഥിയെ ആദരിക്കുക എന്നുള്ളതില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുകയാണ്, നിശ്ചയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, മുത്തഫഖൻ അലൈഹി ആയിട്ടുള്ള ഹദീസ്. എന്താണ് ഹദീസിൽ പറയുന്നത്? റസൂലുള്ളാഹി പറയുന്നത് എന്താണ്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ഹദീസ് നിങ്ങൾക്ക് മുമ്പിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ഖൈർ പറയട്ടെ, നന്മ മാത്രം പറയട്ടെ, ഔ ലിയസ്മുത്, അതല്ലെങ്കിലോ അവൻ മിണ്ടാതിരിക്കട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഇനി ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ
ഫൽയുക്രിം ജാറഹു, അവൻ അവന്റെ അയൽവാസിയെ ആദരിക്കട്ടെ, അയൽവാസിയെ ആദരിക്കട്ടെ. അപ്രകാരം തന്നെ റസൂലുള്ളാഹി പറയുന്നു, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയുക്രിം ളൈഫഹു, അവൻ അവന്റെ അതിഥിയെ ആദരിക്കട്ടെ. അപ്പോ വളരെയധികം ഈ മൂന്ന് കാര്യങ്ങൾ ഒരേ ഹദീസിൽ റസൂലുള്ളാഹി വീണ്ടും വീണ്ടും ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ എന്ന് 3 തവണ ആവർത്തിച്ച് ഓരോ വിഷയത്തിനോട് കൂടെ എടുത്തു പറയുകയുണ്ടായി. അത്രയും ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോ ഫൽ യുക്രിം ളൈഫഹു, അവിടെയാണ് നമ്മുടെ വിഷയം. ഈ 3 എല്ലാ വിഷയങ്ങളും വിശദീകരിച്ച് സംസാരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഈ വിഷയത്തിൽ ഒതുങ്ങിക്കൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫൽ യുക്രിം ളൈഫഹു, അവൻ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ. നമുക്കറിയാം പല രൂപത്തിൽ നമുക്ക് അതിഥിയെ ആദരിക്കാൻ സാധിക്കും. പല രൂപത്തിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക പ്രധാനമായിട്ടും അതാണ്. അതിനോട് കൂടെ തന്നെ അവരോടുള്ള പെരുമാറ്റമാണ് അതിനേക്കാൾ മുഖ്യം. ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അതോടൊപ്പം തന്നെ അവരുമായിട്ടുള്ള പെരുമാറ്റം, അവരുമായിട്ടുള്ള അഖ്ലാഖ്, സ്വഭാവം, ഇടപെടലുകള്, ഇതാണ് അതിനേക്കാൾ മുഖ്യമെന്ന് ഇൻഷാ അല്ലാഹ് മറ്റു ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ വിധി എന്താണ്. അതിഥിയെ ആദരിക്കുക എന്നതിന്റെ ഹുക്മ്, അതിന്റെ ഹുക്ം ഇസ്ലാമില് ഓരോ ഹുക്കുമുണ്ട്. വാജിബ്, അതേപ്രകാരം സുന്നത്ത് തുടങ്ങിയ വിഷയങ്ങളുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ വിഷയമാണ് ഈ ഹുക്മുൽ ളിയാഫ, അതിഥിയെ ആദരിക്കുക എന്നുള്ളതിന്റെ വിഷയം. അത് നിർബന്ധമാണോ, അത് സുന്നത്താണോ, അത് വെറും ജായിസ് ആണോ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച നടക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഭൂരിഭാഗം നമുക്ക് ആ വിഷയത്തില് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ഇഖ്തലഫൽ ഉലമാ ഫീ ഹുക്മുൽ ളിയാഫ വഅലാ മൻ തജിബ്, ഇത് ആരുടെ മേലാണ് നിർബന്ധമാകുന്ന എന്നുള്ള വിഷയത്തില് പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലുണ്ട്, ഇഖ്തിലാഫുണ്ട്. മസ്റൂഅത്തുൽ ഫിഖ്ഹിയ്യയില് കാണാൻ സാധിക്കും. എന്താണ്? ഫഖദ് ദഹബൽ ഹനഫിയ്യ വൽ മാലിക്കിയ്യ വശാഫിഇയ്യ ഇലാ അന്ന ളിയാഫ സുന്ന. ഞാൻ നസ്സ് നിങ്ങൾക്കൊന്ന് പേസ്റ്റ് ചെയ്യാം. എന്താണ്? ഇമാമന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് അതിന്റെ ഹുക്മിനെ കുറിച്ച്. എന്നാൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിം, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിം, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഇലാ അന്ന ളിയാഫ സുന്ന, ളിയാഫത്ത് അതിഥി സൽക്കാരം എന്നുള്ളത് അതെന്താണ്? അത് സുന്നത്താണ്. മുദ്ദത്തുഹാ സലാസത്തു അയ്യാം. നോക്ക്, അത് മാത്രമല്ല, അത് അതിന്റെ ഹുക്മ പറഞ്ഞു, മാത്രമല്ല അതിന്റെ ചില വശങ്ങൾ കൂടി വിശദീകരിക്കുകയാണ്. അതിന്റെ കാലാവധി, അതിഥികള് വീട്ടിൽ വന്നു കഴിഞ്ഞാല് എത്ര ദിവസം അവർക്ക് താമസിക്കാം എന്നുള്ളതിനെ കുറിച്ചും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അത് 1 ദിവസമാണോ 2 ആണോ, അതല്ല ഒരു മാസങ്ങളോളം നമ്മുടെ വീട്ടിൽ അവർക്ക് താമസിക്കാൻ പാടുണ്ടോ തുടങ്ങിയിട്ടുള്ള വിഷയത്തില് ഇമാം ഷാഫി, ഇമാം മാലിക്, അതേപ്രകാരം ഇമാം അബൂ ഹനീഫ ഇവരൊക്കെ പറയുന്നത് എന്താ? മുദ്ദത്തുഹാ സലാസത്ത് അയ്യാം, അതിന്റെ കാലപരിധി അവർക്കുള്ള അനുവദിച്ചിട്ടുള്ളത് 3 ദിവസമാണ്. റിവായത്തുൻ അൻ അഹ്മദ്, ഇമാം അഹ്മദിന്റെ ഒരു അഭിപ്രായത്തിലും ഈ അഭിപ്രായം തന്നെയാണ് ഒരു റിപ്പോർട്ടില്. റിവായത്തുൽ ഉഖ്റാ അൻ അഹ്മദ് വഹിയൽ മദ്ഹബ് അന്നഹാ വാജിബ. ഇമാം അഹ്മദിന്റെ മറ്റൊരു അഭിപ്രായം എന്താണ്? 3 ഇമാമാരുടെ അഭിപ്രായം പറഞ്ഞു. 4ാമത്തെ അഭിപ്രായം ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ അഭിപ്രായം അന്നഹാ വാജിബ, അത് നിർബന്ധമാണ് എന്നാണ്. ഇക്രാമുൽ ലൈഫ് അത് നിർബന്ധമാണ് എന്നാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബലിന്റെ ഒരു അഭിപ്രായം. മുദ്ദത്തുഹാ യൗമുൻ വലൈല, നിർബന്ധമാണ്, പക്ഷെ ആ നിർബന്ധമായിട്ടുള്ള കാലപരിധി എത്ര? ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുന്നത് മുദ്ദത്തുഹാ യൗമുൻ വലൈല, അതിന്റെ കാലാവധി ഒരു രാപ്പകലാണ്, 1 ദിവസമാണ് അതിഥിക്ക് എന്ത് ചെയ്യേണ്ടത്? ഒരു വീട്ടിൽ താമസിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് വൽ കമാൽ സലാസത്ത് അയ്യാം, ഇനി അതിന്റെ പരിപൂർണത, പൂർത്തീകരണം എത്രയാണ്? 3 ദിവസവുമാകാം എന്നും പറയണം. ബിഹാദ യഖൂൽ ലൈസ് ഇബ്നു സഅദ്, ലൈസ് ഇബ്നു സഅദും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് അതിന്റെ ഹുക്മില്. ഭൂരിഭാഗം പണ്ഡിതന്മാരും അത് സുന്നത്താണ് എന്ന് പറഞ്ഞു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അത് വാജിബാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നോക്കാം, ഇതുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരിയും മുസ്ലിമും
ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. ഈ അതെ, ശ്രദ്ധിക്കുക, ഹദീസ് ശ്രദ്ധിക്കുക. മാ ജാ ഫിൽ ഹദീസ് അൻ ശുറൈഹിൽ ഖുസാഇ റളിയല്ലാഹു അൻഹു. ശുറൈഹുൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിൽ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, سمعت أذناي وأبصرت عيناي حين تكلم النبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കേട്ടു, ഞാൻ ശ്രവിച്ചു. എന്താണ്? റസൂലുള്ളാഹി പറഞ്ഞു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു ജായിസതഹു. പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ ഹദീസില് മൻകാൻ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ എന്താ പറഞ്ഞത്? മൻകാൻ യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു എന്ന. ഇവിടെ ഒരു വേർഡ് കൂടി കൂട്ടി. എന്താണ്? ഫൽയുക്രിം ളൈഫഹു ജായിസതഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്താണ്? വമാ ജായിസതഹു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ദൂതരെ, എന്താണ് ജായിസതഹു എന്ന് ഇവിടെ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, യൗമുൻ വലൈല. യൗമുൻ വലൈല, ഒരു രാപ്പകൽ, ഒരു ദിവസമാണ്, ഒരു രാപ്പകലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു രാപ്പകൽ അവൻ എന്ത് ചെയ്യട്ടെ? അവന്റെ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ. എന്നിട്ട് പറഞ്ഞു, വള്ളിയാഫത്തു സലാസത്തു അയ്യാം. വള്ളിയാഫത്തു സലാസത്തു അയ്യാം. ലിയാഫത്ത് അതായത് അതിഥിയെ ആദരിക്കുക എന്നുള്ളത് അത് 3 ദിവസമാണ്. ഫമൻ കാന വറാഅ ദാലിക ഫഹുവ സ്വദഖത്തുൻ അലൈഹി. ആരെങ്കിലും ഇനി അതിനപ്പുറം ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ അത് അവനുള്ള സ്വദഖയാണ്, അത് ധർമ്മമായിട്ടാണ് പരിഗണിക്കുന്നത്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. ഇമാം ബുഖാരി 5673 നമ്പർ ഹദീസിൽ, ഇമാം മുസ്ലിം 48 നമ്പർ ഹദീസിലും കാണാൻ സാധിക്കും. അപ്പോ ഇമാം മുസ്ലിമിന് മറ്റൊരു റിപ്പോർട്ടിൽ തന്നെ കാണാം, അൽളിയാഫത്തു സലാസത അയ്യാം വജായിസതുഹു യൗമുൻ വലൈല. ദിയാഫത്ത് അതായത് അതിഥി സൽക്കാരം അത് 3 ദിവസമാണ്. വജായിസതുഹു യൗമുൻ വലൈല, അതില് ജായിസത്ത് കൊണ്ട് ഇവിടെ വീണ്ടും പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നു. ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഇന്ന ലില്ലൈഫി ഹഖ്ഖൻ അലാ മൻ നസല ബിഹി വഹുവ 3 മറാത്തിബ്. ഒരു വീട്ടിൽ വന്ന ഒരു അതിഥിയോട് നമുക്ക് അവകാശങ്ങളുണ്ട്. എന്താണ്? വഹുവ 3 സ്റ്റെപ്പായിട്ടാണ് വിശദീകരിക്കുന്നത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സാദുൽ മആദിലെ. ഏതാണ്? ഹഖ്ഖുൻ വാജിബുൻ. ഹഖ്ഖുൻ വാജിബുൻ, ഒന്ന് നിർബന്ധമായിട്ടുള്ള അവകാശം. വതമാമൻ മുസ്തഹബ്ബുൻ, മറ്റൊന്ന് പരിപൂർണതയ്ക്ക് വേണ്ടി സുന്നത്തായിട്ടുള്ള മുസ്തഹബായിട്ടുള്ള ഒരു അവകാശം. വസദഖത്തും മിനസ് സദഖാത്ത്, മറ്റൊന്ന് ദാനധർമ്മങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു ധർമ്മം. ഏതാണ്? അത് 3 വിശദീകരിക്കാണ് ശേഖ്. എന്താണ്? ഫൽ ഹഖ്ഖുൽ വാജിബ്, വാജിബായിട്ടുള്ള നമുക്ക് അവരുടെ മേലുള്ള അവകാശം എന്നുള്ളത് എന്താണ്? യൗമുൻ വലൈല, ഒരു രാപ്പകൽ, ഒരു ദിവസം അവരെ സൽക്കരിക്കുക എന്നുള്ളതാണ് വാജിബായിട്ടുള്ള അവകാശം. وقد ذكر النبي صلى الله عليه وسلم المراتب الثلاثة في الحديث المتفق على صحته من حديث أبي شريح الخزاعي. നേരത്തെ ഉദ്ധരിച്ച അബൂ ശുറൈഹിൽ ഖുസായിയുടെ ഹദീസില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഈ 3 രൂപങ്ങൾ. ഒന്ന് ഹഖ്ഖുൻ വാജിബ്, വാജിബായിട്ടുള്ളത് ഒരു ദിവസം. തമാമൻ മുസ്തഹബ്, അതായത് സുന്നത്തായിട്ടുള്ളത് 3 ദിവസം. വസദഖത്തുൻ മിനസ് സദഖാത്ത്, ധർമ്മമായിട്ടുള്ളത് അതിനപ്പുറം 3-ൽ കൂടുതൽ ദിവസമാണെങ്കിൽ അത് അവർക്ക് കൊടുക്കുന്ന ഒരു ധർമ്മമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി സാദുൽ മആദിലെ 3-ാം വാള്യത്തിലെ 658 പേജ് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. ഷേഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കും. അതിന്റെ ഹുക്കുമാണ് നമ്മൾ അതിഥിയെ ആദരിക്കുന്നതിന്റെ ഹുക്കുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷേഖ് ഉസൈമീൻ പറയാണ്, ഫഹുക്കുമുൽ ളിയാഫ വാജിബുൻ, ഹുക്കുമുൽ ളിയാഫ വ ഇക്റാമുൽ ലൈഫ് ഐലൻ വാജിബുൻ. ഇത്രയും ശ്രദ്ധിക്കുക, ഇത് വാജിബാണ്, നിർബന്ധമാണ് എന്ന് തന്നെയാണ് ഷേഖ് ഉസൈമീന്റെയും അഭിപ്രായം. എന്താണ്? വഹുവ അംറുൻ സായിദുൻ അലാ മുത്ലഖിൽ ളിയാഫ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ
അവന്റെ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ. അതായത് ഷെയ്ഖ് ഹുസൈൻ എന്താണ് അതിഥിയെ ഈ പരിപൂർണമായിട്ടുള്ള ഈമാൻ ഉണ്ടാവുക എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. മൻകാന ഈമാനൻ കാമിലൻ എന്നാണ്. ബില്ലാഹ്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആള് അവൻ അതിഥിയെ ആദരിക്കട്ടെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൻകാന ഈമാനൻ കാമിലൻ, പരിപൂർണമായിട്ട് അവനൊരു ഈമാനുള്ള വിശ്വാസം, പരിപൂർണ വിശ്വാസം ഉൾക്കൊള്ളുന്ന ആളായി തീരണമെങ്കിൽ അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഫൽയുക്രിം ളൈഫഹു, അവൻ അവന്റെ അതിഥിയെ ആദരിക്കേണ്ടതുണ്ട്. വഫീ റിവായത്തിൻ ഉഖ്റ അൻഹു അയ്ളൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സൈമൻ തന്നെ വിശദീകരിക്കുകയാണ്, അൽളിയാഫത്തു സലാസത്തു അയ്യാം, ളിയാഫ അത് 3 ദിവസമാണ്. വജായിസതുഹു വയൗമൻ വലൈല, അതിന് നിർബന്ധമായിട്ടുള്ളത് ഒരു രാപ്പകലാണ്. ഫലാ യഹില്ലു ലിറജുലിൻ മുസ്ലിമിൻ അൻ യുഖീമ ഇൻദ അഖീഹി ഹത്താ യുസ്ലിമഹു. ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഹദീസ് ആരും പേസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽളിയാഫത്തു സലാസത്ത് അയ്യാം എന്ന് പറഞ്ഞ റസൂലുള്ളാഹി പറയാണ്, വലാ യഹില്ലു, ഒരാൾക്കും തന്നെ ഒരു മുസ്ലിം തന്റെ മറ്റൊരു മുസ്ലിമിന്റെ വീട്ടിൽ താമസിക്കാൻ പാടുള്ളതല്ല. എന്തിന്? ഹത്താ യുസിമഹു, അവന് ഉപദ്രവമാകുമെങ്കിൽ ഒരാളും തന്നെ അവിടെ താമസിക്കാൻ പാടുള്ളതല്ല. അത് ഖാലു യാ റസൂലല്ലാഹ്, അപ്പൊ സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, വകൈഫ യുസിമുഹു, എങ്ങനെയാണ് അത് അവരെ ഉപദ്രവിക്കുക? അവർക്ക് ഒരു അതിഥി എങ്ങനെയാണ് മറ്റൊരാളെ ആതിഥേയനെ ഉപദ്രവിക്കുക എന്ന് ചോദിച്ചപ്പോൾ, അവന് പ്രയാസമുണ്ടാക്കുക എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, യുഖീമു ഇൻദഹു വലാ ശൈഅ ലഹു യുഖ്രീഹി ബിഹി എന്ന് പറയാം. ഇമാം മുസ്ലിമിന്റെ, അതായത് അവന്റെ അടുക്കൽ നിൽക്കലാണ്. അവന്റെ അടുക്കൽ ഒരു സാധനവും ഇല്ലാതിരിക്കെ, അവർക്ക് നൽകാൻ, അവർക്ക് ഭക്ഷിപ്പിക്കാൻ, അവർക്ക് അവരെ സൽക്കരിക്കുവാൻ വേണ്ടി ഒരു സാധനവും അവന്റെ വീട്ടിലില്ല. അവർക്ക് നൽകാനുള്ള അരിയില്ല, അവർക്ക് നൽകാനുള്ള ഭക്ഷണമില്ല, ഈത്തപ്പഴമില്ല, ഇങ്ങനത്തെ ഒന്നും ഒരു അതിഥിക്ക് കൊടുക്കാനുള്ള ഒരു സാധനവും അവർക്ക് ഇല്ല എങ്കിൽ, ഒരിക്കലും അവരുടെ കയ്യിലില്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഒരാളും തന്നെ അവിടെ അതിഥിയായി നിൽക്കാൻ പാടുള്ളതല്ല എന്നും. അതുകൊണ്ട് ഒരു അതിഥിയോട് നമുക്ക് വളരെയധികം അവകാശങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇന്ന ലിസൗരിക അലൈക ഹഖ, ഇന്ന ലസൗരിക അലൈക ഹഖ, നിശ്ചയം നിന്റെ സന്ദർശകരോട്, നിന്നെ സന്ദർശിക്കാൻ വരുന്നവരോട് നിനക്ക് അവകാശങ്ങളുണ്ട് എന്ന് റസൂലുള്ളാഹി അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായിട്ട് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. അതേ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽമാനുൽ ഫാരിസി റിപ്പോർട്ട് ചെയ്യുന്നു, അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായിട്ട് എന്താണ്? ഇന്ന ലിളൈഫിക അലൈക ഹഖ, റസൂലുള്ളാഹി പറയാണ് എന്ത്? ഇന്ന ലിളൈഫിക, നിന്റെ അതിഥിയോട് നിനക്ക് അവകാശങ്ങളുണ്ട്, അവരെ ആദരിക്കേണ്ടതുണ്ട്, അവരെ സൽക്കരിക്കേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്. അപ്പൊ ഇത്രയും വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് എന്ത്? അതിഥിയെ ആദരിക്കുക. വളരെ പുണ്യമാക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം കൽപ്പനയോട് കൂടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിഥിയെ ആദരിക്കുക എന്നുള്ളത്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രയാസം, ഭക്ഷണമില്ലാത്ത, വെള്ളമില്ലാത്ത, കുടിക്കാൻ വെള്ളമില്ലാത്ത, ഒരു ഈത്തപ്പഴം ഭക്ഷിക്കാൻ പോലും കിട്ടാത്ത അവസരങ്ങൾ സന്ദർഭങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട്. ഹദീസിൽ നിന്ന് കാണാൻ സാധിക്കും. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിഥിയെ സൽക്കരിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ സഹാബികൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടും വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടും ഒന്നും കൊടുക്കാനില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാനില്ലാത്ത സന്ദർഭങ്ങളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽക്കരിച്ച, ആദരിച്ച ഒരു അതിഥി എന്ന നിലയ്ക്ക് റസൂലുള്ളാഹിയെ സഹാബികളെയുമെല്ലാം സൽക്കരിച്ച സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഹദീസുകളിലെ ഒരു 1-2 സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാം. ഹദീസിൽ പറയുന്നു, ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, സുദീർഘമായ ഹദീസാണ്. നമ്മുടെ മനസ്സിലൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളുമെല്ലാം അവര് അനുഭവിച്ച പ്രയാസങ്ങൾ.
ഇന്ന് ഒരു അതിഥി നമ്മുടെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കുള്ള സൗകര്യങ്ങൾ കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ സൗകര്യങ്ങളും അവർക്ക് താമസിക്കാൻ റൂമുകളുണ്ട് നമ്മുടെ വീട്ടില്, അവർക്ക് നൽകുവാനുള്ള എല്ലാ രൂപത്തിലുള്ള പല രൂപത്തിലുള്ള വിഭവങ്ങൾ അവർക്കുണ്ട്. ഒരു പ്രയാസങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും ഇന്ന് ഒരു അതിഥിയെ സൽക്കരിക്കുന്ന വിഷയങ്ങൾ നമുക്കില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാം ഈ സംഭവങ്ങള് നമുക്ക് ഒരു പാഠമായി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് അബൂ ഹുറൈറ ഹദീസ് നോക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ കടന്നു വരികയാണ്. ഫഖാല ഇന്നി മജ്ഹൂദുൻ, എന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു ഞാൻ മജ്ഹൂദാണ്. എന്താണ് മജ്ഹൂദ്? ഐ ഫഖീറുൻ അസാബഹുൽ ജുഹദ്, അതായത് ജുഹദും വൽ മശഖ്ഖത്ത് വൽ ഹാജ വിൽ ജു, അതായത് വിശപ്പ് അതേപ്രകാരം പ്രയാസങ്ങള് ഇതെല്ലാം അനുഭവിക്കുന്ന ഒരാളാണ്. വിശപ്പും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ റസൂല് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. എന്നിട്ടോ ഫഅർസല ഇലാ ബഅദി നിസാഇഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് ആളുകളെ അയച്ചു. എന്താണ്? എന്തിനു വേണ്ടി? എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുവാൻ, എന്തെങ്കിലും ഭക്ഷണം അദ്ദേഹത്തിന് കൊടുക്കുവാൻ വേണ്ടി റസൂലുള്ളാഹി ഭാര്യമാരുടെ അടുക്കലേക്ക് ആളെ വിട്ടു. എന്നിട്ട് വല്ലദീ ബഅസക ബിൽ ഹഖ്, ഓരോ ഭാര്യമാരുടെ അടുക്കലേക്ക് വിട്ടു. ഫഖാലത്ത്, ഒരു ഭാര്യ പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ്, എന്താണ്? മാ ഇൻദി ഇല്ലാ മാ, അല്ലാഹുവാണ് സത്യം, എന്റെ അടുക്കല് വെള്ളമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. റസൂലുള്ളാഹിന്റെ ഭാര്യ പറയാണ്, ഒരു അതിഥി വീട്ടിലേക്ക് കയറി വരികയാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യ പറഞ്ഞു, എന്റെ അടുക്കലില്ല ഇല്ലാ മാ, വെള്ളമല്ലാതെ മറ്റൊരു സാധനം, ഒരു ഈത്തപ്പഴം പോലും ഞങ്ങൾ തരാനില്ല, ഒരു ഖുബൂസ് റൊട്ടി പോലും തരാനില്ല എന്നുള്ള രൂപത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു. റസൂലുള്ളാഹിന്റെ ഭാര്യ പറയുകയാണ്, സുമ്മ അർസല, എന്നിട്ട് അതിനുശേഷം മറ്റു റസൂലുള്ളാഹിയുടെ ഭാര്യയുടെ അടുക്കലേക്ക് ആളെ വിട്ടു റസൂലുള്ളാഹി. ഫഖാലത്ത്, അപ്പോഴും അതാ മിസ്ല ദാലിക്, ഇതേ വീട് തന്നെ, മാ ഇൻദി ഇല്ലാ മാ, എന്റെ അടുക്കൽ വെള്ളമല്ലാതെ ഒന്നും തന്നെ തരാനില്ല റസൂലെ എന്ന് റസൂലുള്ളാഹിയോട് പറയാൻ വേണ്ടി പറഞ്ഞയച്ചു. വഖുൽന കുല്ലുഹുന്ന മിസ്ല ദാലിക്, അതേ പ്രകാരം മൂന്നാമത്തെ ഭാര്യയുടെയൊക്കെ അയച്ചപ്പോഴും കുല്ലുഹുൻ, ഇവരൊക്കെ പറഞ്ഞ വീട് എന്താണ്? ഇവിടെ ഒന്നുമില്ല അദ്ദേഹത്തിന് നൽകാൻ, ഒന്നും സൽക്കരിക്കാൻ അവരെ സൽക്കരിക്കാൻ ഒന്നും തന്നെ ഇല്ല റസൂലെ എന്ന് പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ യുളീഫിഹി യർഹമുഹുല്ലാഹ്, ആരാണോ ഇദ്ദേഹത്തെ സൽക്കരിക്കുന്നത്, ഇദ്ദേഹത്തെ ആദരിക്കുന്നത്, അവർക്ക് അള്ളാഹു കരുണ ചെയ്യുന്നതാണ്, അവരെ അള്ളാഹു അനുഗ്രഹിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ, സഹാബികളോട് പറഞ്ഞപ്പോൾ, ഫഖാമ റജുലുൻ മിനൽ അൻസാർ, അൻസാറുകളുടെ കൂട്ടത്തിൽ അൻസാരിയായ മദീനക്കാരനായ ഒരു സഹാബി, ഒരു വ്യക്തി അവിടെ നിന്ന് എഴുന്നേറ്റു. യുഖാലു ലഹു അബൂ തൽഹ, അബൂ തൽഹ എന്നറിയപ്പെടുന്ന എന്ന പേരുള്ള ഒരു അൻസാരി, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ അബൂ തൽഹത്തുൽ അൻസാരി, അദ്ദേഹത്തിന്റെ പേര് സെയ്ദ് ഇബ്നു സഹൽ അൽ അൻസാരി എന്നതാണ്. ഈ ഹദീസിൽ പറഞ്ഞുള്ള വ്യക്തി അത് സെയ്ദ് ഇബ്നു സഹൽ അൽ അൻസാരി എന്നാണ് എന്ന് മുഹദ്ദിസീങ്ങളെ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. എന്നിട്ടോ അബൂ തൽഹ എന്നറിയപ്പെടുന്ന റസൂല ചോദിച്ചു, ആർക്ക്? എന്റെ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ കയ്യിൽ ഒന്നുമില്ല, വെള്ളമല്ലാതെ മറ്റൊന്നും തന്നെ ഇയാൾക്ക് നൽകാനില്ല, ഇയാൾക്കാണെങ്കിലോ വളരെ വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ചോദിച്ചു കൊണ്ട് വന്നിട്ടുള്ള ഒരാളുമാണ്, ഒന്നും കൊടുക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ അബൂ തൽഹ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, ഞാൻ കൊടുക്കാം, ഞാൻ അദ്ദേഹത്തെ ആദരിക്കാം, സൽക്കരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഫന്തലഖ ബിഹി ഇലാ റഹ്ലിഹി ഫഖാല ലിംറഅതിഹി, അതെ അബൂ തൽഹത്തുൽ അൻസാരി അതാ ഈ വിശക്കുന്ന ഈ വ്യക്തിയുമം കൊണ്ട്, ഈ സഹാബിയെ കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇലാ റഹ്ലിഹി, റഹ്ലി പറഞ്ഞ ഇലാ മൻസിലിഹി, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് ഫഖാല ലിംറഅതിഹി, അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അവിടെ എന്താണുള്ളത്, ഒന്നും തന്നെ ഉറപ്പില്ല, ഉണ്ടോ ഇല്ല എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആവശ്യപ്പെട്ട പ്രകാരം ഈ വ്യക്തി തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് തന്റെ ഭാര്യയോട് ചോദിക്കുന്നു, ഫഖാല ലിംറഅതിഹി, അദ്ദേഹത്തിന്റെ ഭാര്യ, അതായത് ഉമ്മു അനസ്, അനസിന്റെ ഭാര്യയാണ്, അനസ് ബിൻ മാലിക്കിന്റെ മാതാവാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയായി വരുന്നത് ഹദീസുകൾ കാണാൻ സാധിക്കും.
ഏതായിരുന്നാലും ഹൽ ഇൻദകി ഷൈ, ഹൽ ഇൻദകി ഷൈ, എന്റെ കയ്യിൽ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഖാലത്ത്, വ്യക്തി സഹോദരി സഹാബി വനിത പറയുകയാണ്, ലാ ഇല്ലാ ഖൂതു സുബിയാനി, ഇല്ല, എന്റെ കുട്ടികൾക്കുള്ള ഭക്ഷണമല്ലാതെ മറ്റൊന്നും തന്നെ ഇവിടെ ഇല്ല എന്ന് ആ സഹാബി വനിത, അബൂ തൽഹത്തുൽ അൻസാരിയുടെ ഭാര്യ പറയുകയാണ്. ഉമ്മു അനസ് പറയുകയാണ്, ഇല്ല, ഇവിടെ എന്റെ കുട്ടികൾക്കുള്ള ഭക്ഷണമല്ലാതെ, എന്റെ കുട്ടികൾക്ക് നൽകാൻ വെച്ച ഭക്ഷണമല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, അതായത് അതെ, കുട്ടികളെ നീ എന്ത് ചെയ്യുക, അവരെ ശ്രദ്ധ തിരിച്ചുകൊണ്ട്, എന്തെങ്കിലും കൊടുത്തുകൊണ്ട് അവരെ ശ്രദ്ധ തിരിക്കുക. വനവ്വിമീഹിം, അവരെ നീ ഉറക്കുക, കുട്ടികളെ നീ എന്ത് ചെയ്യുക, നീ ഉറക്കുക എന്നും പറഞ്ഞു. എന്നിട്ടോ നമുക്കറിയാം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടര് ഒന്ന് ആരെങ്കിലും അവർക്ക് ഭക്ഷണം വേണ്ടി വരില്ല, എന്നാലോ ആരെങ്കിലും നമ്മൾ വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ ഒന്ന് കഴിക്കേണ്ടി വരും. ചിലപ്പോൾ അവർ കാണുമ്പോ എനിക്കും വേണം ഭക്ഷണം, അവർക്ക് പ്ലേറ്റൊക്കെ എടുത്തു വെക്കുമ്പോ ഞാനും ഇരിക്കും എന്ന് പറഞ്ഞ് കുട്ടികളും എന്ത് ചെയ്യും, അവിടെ കഴിക്കാനിരിക്കും. കുട്ടികളുടെ പൊതുവെയുള്ള അവസ്ഥയാണത്. അതല്ലെങ്കിൽ അവർ പൊതുവേ ഭക്ഷണം കഴിക്കാത്ത ആളായിരിക്കും, വേറൊരാളെ കഴിക്കുന്നത് കാണുമ്പോൾ എനിക്കും വേണം എന്ന് ചോദിച്ചു വരുന്ന ഒരവസ്ഥ. ഈ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതെ, കുട്ടികളുടെ ശ്രദ്ധ തിരിക്കൂ, കുട്ടികളെ ഉറക്കിക്കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹാബി തന്റെ ഭാര്യയോട് പറയുകയാണ്. എന്നിട്ടോ ഫഅല്ലലിഹിം ഐ സക്കിനിഹിം മിൻ അലലിഹി ബിശൈഇൻ, അതായത് അവരെ എന്തെങ്കിലും കാര്യങ്ങളിൽ വ്യാപൃതരാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യാ, ഉറക്കാൻ വേണ്ടി റസൂലുള്ളാഹി അബൂ തൽഹത്തുൽ അൻസാരി തന്റെ ഭാര്യയോട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ടോ ഫഇദാ ദഖല ളൈഫുനാ ഫഉരീഹി അന്നാ നഅകുലു ഫഇദാ അഹ്വ, എന്നാലോ ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാൽ അദ്ദേഹത്തിനെ കാണിക്കണമെന്ത്, നമ്മളും ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ള നിലയ്ക്ക്, നമ്മളും ആ അതിഥിയോട് കൂടെ ഭക്ഷണം കഴിക്കുന്നതായിട്ട് കാണിക്കുക. അതല്ലെങ്കിൽ ഒരാള് അദ്ദേഹത്തിന് മാത്രം കൊടുക്കുമ്പോ അത് ഇവർക്കുള്ള ഭക്ഷണമായിരിക്കും, ഇവർക്ക് ഉണ്ടാവൂല എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യൂല, അവര് കഴിക്കൂല. അതുകൊണ്ട് നമ്മളും അവരോട് കൂടെ ആ വ്യക്തി ആ സഹാബിയോട് കൂടെ ഭക്ഷണം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണിക്കണം. അതിനു വേണ്ടി ഫഇദാ അഹ്വാ ബിയദിഹി ലിയഅകുല ഫഖൂമി ഇലസ്സിറാജ്, അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഒരുങ്ങിയാൽ, ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഓക്കെ ശ്രദ്ധിക്ക, ഇവിടുത്തെ നമ്മൾ പറഞ്ഞത് ഹദീസില് ഒരാള് വന്ന് ഹദീസ് എവിടെത്തി പറഞ്ഞിട്ട് നമ്മള് ശ്രദ്ധിക്കുന്നല്ലേ? എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? എന്റെ ശബ്ദം ക്ലിയർ ആണോ? അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞ എവിടെത്തിയെന്ന് ഓർക്കുന്നുണ്ടോ? പറയട്ടെ. അൽഹംദുലില്ലാഹ്, ക്ലിയർ ആണ്. ഹദീസ് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഹദീസ് പറഞ്ഞ് എവിടെ എത്തി ഒന്ന് അവസാനത്തെ മാഷാ അല്ലാഹ് സിറാജ് ഫുഡ് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഫുഡുമായിട്ടുള്ള വിഷയം ഹദീസിൽ എവിടെ എത്തിയത് ഓർക്കുക. ഭക്ഷണമൊക്കെ അതൊക്കെ ശരി. ശുക്രൻ. അതെ, അതിഥിയോടൊപ്പം നമുക്കും ഭക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതിഥിയെ കാണിക്കുവാനുണ്ട്. അവര് പൊതുവെ അവരെന്ത് ചെയ്തില്ല, ഭക്ഷിക്കാതെ അതിഥിയെ സൽക്കരിക്കാം എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യാം, ഒരു അതിഥി 2 കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ. അത് ആ അതിഥിക്ക് കൊടുക്കണം. ഇവർക്ക് 3 പേർക്കും കഴിക്കാൻ ഒരിക്കലും എന്തില്ല. ഈ 2 സഹാബിക്കും അബൂ തൽഹയുടെ ഭാര്യക്കും അവർക്ക് 3 പേർക്കും കഴിക്കാനുള്ള ഭക്ഷണം ഏതായാലും ഇല്ല. ഏതായാലും ഇദ്ദേഹം നമ്മളും കഴിക്കുന്നുണ്ട് എന്ന് കരുതുവാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ഐഡിയ ആണ് എന്ത്, ഫഖൂമി ഇല സിറാജ്, ഭക്ഷണക്കെ നീ എന്ത് ചെയ്യാ, ഫഇദാ അഹ്വ, അതായത് അദ്ദേഹം തന്റെ ഭക്ഷണത്തിലേക്ക് കൈ നീട്ടിക്കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി അതായത് കൈ നീട്ടിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അദ്ദേഹം കരുതിയാൽ ഫഖൂമി ഇല സിറാജി കൈ തസ്ലിഹി, നീ എന്ത് ചെയ്യാ, ആ വിളക്ക് അവിടെ കത്തിച്ചു വെച്ച്, ഇന്നത്തെ കാലത്തിലെ ട്യൂബ് ലൈറ്റും സ്വിച്ച് ഓൺ ആക്കണമെന്നല്ല, അന്ന് വിളക്കാണ്. ആ വിളക്ക് എന്ത് ചെയ്യാ, അത് വിളക്ക് നന്നാക്കാൻ പുറപ്പെടുന്നത് പോലെ നീ എന്ത് ചെയ്യാ,
ആ വിളക്കിന്റെ അടുത്തേക്ക് പോയിട്ട് വിളക്ക് ഒന്ന് ശരിയാക്കുക എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യാ, ശ്രമിക്കുക. എന്നിട്ടോ എന്നിട്ട് ആ വിളക്കിനെ കെടുത്തുക. വിളക്ക് എന്ത് ചെയ്യാ, നീ അത് ഓഫ് ചെയ്യുക, വിളക്ക് കെടുത്തുക. എന്തിനാണ് മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുക, അതെന്തിനാണ്? അവിടെ ഇരുട്ടാകാൻ വേണ്ടി. അവർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഒന്ന് വെളിച്ചമില്ലാതെ ഇരുട്ടാകാൻ വേണ്ടി. ഇരുട്ടായി കഴിഞ്ഞാൽ എന്താ, അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊള്ളും, നമ്മൾക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാം, അദ്ദേഹം കഴിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഈ അബൂ തൽഹത്തുൽ അൻസാരി തന്റെ ഭാര്യയോട് പറഞ്ഞ വിളക്ക് കെടുത്താൻ വേണ്ടി അദ്ദേഹം അറിയാതെ വിളക്ക് നന്നാക്കുക എന്ന രീതിയിൽ എന്ത് ചെയ്യാ, ആ വിളക്കിന്റെ അടുക്കിലേക്ക് പോയി അത് കെടുത്തുക. എന്നിട്ടോ അവര് ഭക്ഷണം കഴിക്കുന്നത് പോലെ ആ അതിഥി കരുതുന്നുണ്ട്, ഇവരും കഴിക്കുന്നുണ്ട് എന്ന് അതിഥിയും കരുതും. എന്നാൽ ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാതെ അവിടെ ഇരുന്നു. എന്നിട്ടോ അതിഥി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. എന്നിട്ടോ ഹദീസ് തീർന്നിട്ടില്ല. അവർ രണ്ടുപേരും എന്ത് ചെയ്തു, ആ അബൂ തൽഹത്തുൽ അൻസാരിയും ഭാര്യയും അവർ വിശന്നവരായിട്ട് രാത്രി കഴിച്ചു കൂട്ടി. അവരന്ന് രാത്രി കഴിച്ചു കൂട്ടിയത് വിശപ്പോട് കൂടിയാണ്. മറ്റുള്ള ഒരു അതിഥിക്ക് ഭക്ഷണം കൊടുത്തു, വിശക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുത്തു. സ്വന്തം അവരും വിശക്കുന്നു, സ്വയം വിശക്കുന്ന ആളുകളാണ് എന്ന് പോലും അവര് മറ്റാളെ ആ അതിഥിയെ അറിയിക്കാതെ അവര് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന രൂപേണ വിളക്ക് വരെ ഓഫ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. എന്നിട്ട് ഫലമ്മ അന്നാ വീട്ടിൽ അതിഥി താമസിച്ചു. എന്നിട്ട് നേരം വെളുത്തപ്പോൾ അതായത് അതിഥി ആ നേരം വെളുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം എന്ത് ചെയ്തു, നേരം വെളുത്ത സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയി. ദഹബ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പിറ്റേ ദിവസം രാവിലെയായപ്പോൾ പോയി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയാണ് അദ്ദേഹത്തെ അയച്ചത്. ആരാണ് ഇദ്ദേഹത്തെ സ്വീകരിക്കുക എന്ന് ചോദിച്ചപ്പോൾ അബൂ തൽഹയെ കൂട്ടിക്കൊണ്ടുപോയതും. എന്നിട്ട് വീണ്ടും ഇദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയി മടങ്ങി പോവുകയാണ്. അദ്ദേഹത്തിന് നന്ദി പറയുവാൻ വേണ്ടി, ശുക്ർ പറയുവാൻ വേണ്ടി, അവരെന്നെ സൽക്കരിച്ചു എന്നൊക്കെ പറയുവാൻ വേണ്ടി, ഇതിന് മദ്ഹ് പറയാൻ വേണ്ടി റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് പോയപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി അതാ പറയുകയാണ്, ലഖദ് അജിബല്ലാഹു ഔ ലഹികല്ലാഹു മിൻ ഫുലാനിൻ വഫുലാന. ഇന്നാലിന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷയത്തിൽ, അബൂ തൽഹയുടെയും ഉമ്മു അനസിന്റെയും വിഷയത്തിൽ അതെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതല്ലെങ്കിൽ അള്ളാഹു ലഹിക എന്ന് പറഞ്ഞു, അതായത് അള്ളാഹു ചിരിച്ചിരിക്കുന്നു എന്ന് പോലും പറഞ്ഞു, അതായത് സന്തോഷിച്ചിരിക്കുന്നു. എന്തേ വൽമാന റളിയ, അതിനർത്ഥം അത് റളിയല്ലാഹ്, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. മിൻ ഫുലാനിൻ വഫുലാന, ഇന്നാലിന്ന വ്യക്തിയുടെയും അതെ അവരുടെ ഭാര്യയുടെയും വിഷയത്തിൽ, അതായത് അബൂ തൽഹയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വഹി മുഖേന അള്ളാഹു അറിയിച്ചിട്ടുള്ള വിഷയമാണ് എന്നും മുഹദ്ദിസീങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. ഈ വിഷയം റസൂലുള്ളാഹി അവിടെ അറിയാൻ കാരണം അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തിട്ടില്ല. അദ്ദേഹം അറിയാൻ കാരണം ഇവരും ആ രാത്രിയിൽ വിശപ്പോട് കൂടിയാണ് കഴിച്ചു കൂട്ടിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി മുഖേന വിവരം കിട്ടിയിരുന്നു. അപ്പൊ അത് സംഭവം ആലോചിച്ച് നോക്കുക. വളരെയധികം നമുക്ക് പല ആശയങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, സ്വന്തം വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം അവിടെ ഉള്ളൂ. വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം, ആ കുട്ടികൾ അത് ചോദിച്ച് കരയും എന്ന് കരുതിയിട്ട് ആ കുട്ടികളെ ഉറക്കി കിടത്തിയിട്ട് ഈ അതിഥിയെ ആദരിക്കുകയാണ്, അതിഥിക്ക് ഭക്ഷണം നൽകുകയാണ്. ആ സമയത്ത് വിളക്ക് കിടത്തിയിട്ട് ഞങ്ങളും ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് കരുതുവാൻ വേണ്ടി വിളക്ക് കിടത്തിയിട്ട് ഈ ആതിഥേയര് ഭാര്യയും ഭർത്താവും എന്ത് ചെയ്യാ, വീട്ടുകാര് ഭക്ഷണം കഴിക്കാതെ ഇദ്ദേഹത്തിന് വേണ്ടി ഭക്ഷണം വെച്ചു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് വിശപ്പെടുകയാണ്. വളരെയധികം പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് സഹോദരങ്ങളെ ഇത് എന്ന് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം വേറെ എന്താണ് അവർക്ക് കിട്ടാനുള്ളത് ഈ പ്രവൃത്തി കൊണ്ട്? ധാരാളം സംഭവങ്ങള്
നമ്മൾ ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടം പോലെ എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് കൊടുക്കാനുണ്ട് വീട്ടിൽ വന്നാല്. ഒന്നും ഇല്ല, എന്റെ വീട്ടിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിട്ടേക്കാൻ പറ്റിയ രൂപത്തിലല്ല ഇന്നൊക്കെ നമ്മുടെ അവസ്ഥകൾ. അതല്ലെങ്കിൽ ഏത് സമയത്ത് പോയാലും നമുക്ക് സാധനങ്ങൾ കിട്ടാനുണ്ട്, വാങ്ങിക്കൊണ്ടുവരാനുണ്ട്, എല്ലാം കിട്ടുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത്. മറ്റൊരു സംഭവം ആരെ നോക്കുക. മറ്റൊരു സംഭവം കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ വിശപ്പിന്റെ കാഠിന്യം, അവര് വിശന്ന് പ്രയാസപ്പെട്ട ഒരു സംഭവം ഇമാം ബുഖാരി മുസ്ലിം തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുകയാണ്, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പുറപ്പെട്ടു. ദാത യൗമിൻ ഔ ലൈലത്തിൻ, അതായത് ഒരു ദിവസം ഒരു രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട് വിട്ട് പുറത്തിറങ്ങി. ഫഇദാ ഹുവ ബി അബീ ബക്രിൻ വ ഉമർ, അതെ ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കണ്ടുമുട്ടുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കണ്ടുമുട്ടുന്നു. മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹി സ്സാഅ, റസൂൽ ചോദിച്ചു, എന്താ അബൂബക്കറെ ഉമറെ നിങ്ങളെ രണ്ടുപേരെയും എന്താ ഈ സമയത്ത് ആ സമയത്ത് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തു വരാനുള്ള കാരണം? ഖാല, അവർ രണ്ടുപേരും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും പറയുകയാണ്, അൽ ജൂഅ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ വിശപ്പാണ് അള്ളാഹുവിന്റെ ദൂതരെ, ഞങ്ങളെ പുറയാൻ ആ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തു വരാൻ ഉണ്ടായ കാരണം. റസൂലുള്ളാഹി പറഞ്ഞു, വഅന വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ലഅഖ്റജനി അല്ലദീ അഖ്റജകുമാ, നിങ്ങളെ രണ്ടുപേരെയും എന്തൊരു വിഷയത്തിനാണോ വീട്ടിൽ നിന്ന് പുറത്തു വന്നത്, അതേ ആവശ്യത്തിൽ തന്നെ അതേ കാരണം തന്നെയാണ് എന്നെയും വീട്ടിൽ നിന്ന് പുറത്തു വരുത്തിയത്. റസൂലുള്ളാഹി പറയാണ്, അബൂബക്കർ ഉമർ റസൂലുള്ളാഹി പുറത്തു വന്നപ്പോ അബൂബക്കറിനെ ഉമറിനെയും കാണുന്നത്, അവരെന്തിനാ വന്നതെന്ന് ചോദിപ്പോയെ വിശപ്പുകൊണ്ട് സഹിക്കാൻ വയ്യാതെ പുറത്തിറങ്ങിയതാണ് റസൂല എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിയും പറയാണ്, അതെ എന്നെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കാനുള്ള കാരണം ഇതേ കാരണം തന്നെയാണ്, വിശപ്പാണ്, എനിക്കും വിശക്കുന്നു എന്ന് പറഞ്ഞു. ആണ് മറ്റൊരു ഇമാം ഷമാഇൽ മുഹമ്മദിയയിലെ ഈ വിഷയം മറ്റൊരു രൂപത്തിൽ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രൂപത്തിലല്ല മറ്റൊരു റിപ്പോർട്ട് എന്താണ്, മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ, അതാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്താണ് നിങ്ങൾ പുറത്തിറക്കാൻ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞാണ് എന്താണ്, ഖറജ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തു വന്നു. സഅതൻ ലാ യഖ്റുജു ഫീഹാ വലാ യൽഖാഹു ഫീഹാ അഹദ്, റസൂൽ ഒരിക്കലും പുറത്തു വരാത്തൊരു സമയമാണ് ആ സമയം. അതേപ്രകാരം ഒരാളെയും പുറത്ത് കാണാത്തൊരു സമയമാണ്. ആ സമയത്ത് റസൂൽ പുറത്തിറങ്ങി. ഫഅതാഹു അബൂബക്കർ, റസൂൽ അങ്ങനെ പുറത്തിറങ്ങി വന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കണ്ടു അവിടെ വെച്ച് പുറത്ത്. മാ ജാഅ ബിക യാ അബൂബക്കർ, അബൂബക്കറെ എന്താണ് നീ ഇങ്ങനെ ഇവിടെ എന്താ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ്, എന്ത് കാരണമാണ് നിന്നെ ഇവിടെ വരുത്താനുള്ള കാരണം? ഫഖാൽ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖറജ്തു അൽഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടാൻ വന്നതാണ് എന്ന് പറഞ്ഞു. ഫലം യൽബസ് അൻ ജാഅഹു ഉമർ, മാ ജാഅക യാ ഉമർ, ഉമറെ വീണ്ടും അത് കഴിഞ്ഞ ശേഷം പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു വരികയാണ്. ആദ്യം അബൂബക്കർ സിദ്ദീഖിനെ കണ്ടു, പിന്നെ ഉമർ ഖത്താബിനെ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുക, എന്താ ഉമറെ എന്താണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചപ്പോൾ, അൽ ജൂഅ യാ റസൂലല്ലാഹ്, വിശപ്പ് അള്ളാഹുവിന്റെ ദൂതരെ വിശക്കുന്നു. അല്ല, സഹാബികൾ, ഖലീഫമാർ, പിന്നീട് ഇസ്ലാമിക രാഷ്ട്രം ഭരിച്ച് ലോക മുസ്ലിമീങ്ങളുടെ ഭരിച്ചിട്ടുള്ള ഖലീഫമാരാണ് അവര്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം. ഇതിൽക്ക് പിന്നീടാണ് ഖലീഫയാകുന്നതിനൊക്കെ മുമ്പാണ് ഈ സംഭവങ്ങളൊക്കെ എന്ന് നമുക്കറിയാം. ഏതായിരുന്നാലും മറ്റൊരു റിപ്പോർട്ടിൽ അങ്ങനെയാണ്. ഏതായിരുന്നാലും അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ഒരു അസമയത്ത് വീട് വിട്ട് പുറത്തിറങ്ങാനുള്ള കാരണം അവർക്ക് അൽ ജൂ' വിശപ്പാണ് എന്ന് പറയുകയാണ്. ഫഖാമു മഖൂമു, എന്നിട്ട് റസൂൽ അവരോട് പറഞ്ഞു, ഖൂമു, എഴുന്നേൽക്കൂ, നിങ്ങൾ എഴുന്നേൽക്കൂ, ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി വരൂ, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. ഫഖാമു മഅഹു,
അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എന്ത് ചെയ്തു? എഴുന്നേറ്റു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ റസൂലുള്ളാഹി ഒരു ലക്ഷ്യം എന്തോ കരുതിയിട്ടുണ്ട്. ഏതായിരുന്നാലും സംഭവം എന്താ മനസ്സിലാവും. അവരെ അബൂബക്കറിനെയും ഉമറിനെയും കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതാ റജുലൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട മദീനക്കാരനായ ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. ഫഅതാ ഈ നബി സല്ലല്ലാഹു അലൈഹി എന്താണ് ഐ ബൈത്ത് റജുൽ, അത് മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുന്നത് ഏതാണ് അൻസാരി? അബുൽ ഹൈസം ഇബ്നു തൈഹാൻ അൽ അൻസാരി, അബുൽ ഹൈസം ഇബ്നു തൈഹാൻ അൽ അൻസാരി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അബുൽ ഹൈസം അൽ അൻസാരി. അങ്ങനെ അബുൽ ഹൈസമിന്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് അതാ അബൂബക്കറിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു പോയി. ഫഇദാ ഹുവ ലൈസ ഫീ ബൈതിഹി, അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ എന്തില്ല? അദ്ദേഹത്തിന്റെ വീട്ടിലില്ല. അബുൽ ഹൈസം അദ്ദേഹത്തിന്റെ വീട്ടിലില്ല. ഫലമ്മാ റഅതുൽ മർഅത ഖാലത്, ഫലമ്മാ റഅതുൽ മർഅ, അബുൽ ഹൈസമിന്റെ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അവർ പറഞ്ഞു മർഹബൻ വ അഹ്ലൻ വ സഹലൻ, അവരെ സ്വാഗതം ചെയ്തു. അഹ്ലൻ, വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്വാഗതം ചെയ്തു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐന ഫുലാൻ, എവിടെ നിന്റെ വീട്ടുകാരൻ എവിടെ? താങ്കളുടെ ഭർത്താവ്, നിന്റെ ഭർത്താവ് എവിടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് ചോദിച്ചു. ഖാലത് ദഹബ യസ്തഅദിബ ലനാ മിനൽ മാ, അവർ പറഞ്ഞു ഞങ്ങൾക്ക് അതായത് നല്ല ശുദ്ധമായ വെള്ളം ശേഖരിക്കുവാൻ വേണ്ടി പോയതാണ്, നല്ല ശുദ്ധമായ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി. എന്ന് പറഞ്ഞാല് അൽ ഉദ്ബ് എന്ന് പറഞ്ഞാൽ ഹുൽവാണ്, ഹുൽവ് അതായത് ശുദ്ധമായ നല്ല മാധുര്യമായ വെള്ളം എന്ന് പറയാം. മദീനയിലൊക്കെ ആ സമയത്ത് അക്സർ മിയാഹുൽ മദീന കാന മാലിഹൻ, അന്നത്തെ സമയത്ത് മദീനയിലെ അധിക വെള്ളവും എന്താണ്? ഉപ്പ് വെള്ളമായിരുന്നു ഉപ്പ് ചുവയുള്ള വെള്ളമായിരുന്നു. അതുകൊണ്ട് ഒരു ശുദ്ധമായ വെള്ളം തേടിക്കൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി പോയതായിരുന്നു. റസൂലുള്ളാഹി എന്താണ് അദ്ദേഹത്തിന് അടുക്കൽ പോകാൻ കാരണം? കാന റജുലൻ കസീറൻ നഖൽ, അദ്ദേഹത്തിന് കുറെ ഈത്തപ്പനകളും തോട്ടവുമെല്ലാം ഉള്ള ഒരു വ്യക്തിയായിരുന്നു അന്ന് ആര്? അബുൽ ഹൈസം അൽ അൻസാരി എന്നുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കുറെ കാത്തിരുന്നു. ഇത് ജാ അൽ അൻസാരി, അങ്ങനെ അബുൽ ഹൈസം അൽ അൻസാരി എന്ത് ചെയ്തു? കടന്നു വന്നു. ഫനദറ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വാഹിബിഹി, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കറിനെയും അതേപ്രകാരം ഉമറിനെയും എല്ലാം കണ്ടപ്പോൾ അദ്ദേഹം സന്തോഷിച്ചു പോയി അവരേക്ക് നോക്കിയപ്പോൾ. എന്നിട്ട് സന്തോഷം കൊണ്ട് അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി, അല്ലാഹുവിന് സ്തുതി. മാ അഹദുൻ യൗമ അക്രമ അളിയാഫ മിന്നി, എനിക്ക് ഇവരെ സ്വീകരിക്കാൻ, ലൈഫായി അതിഥിയായി സ്വീകരിക്കാൻ കിട്ടിയ ഒരു സന്ദർഭമാണ്. ഒരു അതിഥിയെ കിട്ടിയപ്പോ നമ്മൾ പറയാം പറ്റും, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാള് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്, നമ്മളെ തെരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വന്നാൽ വളരെയധികം സന്തോഷമായിരിക്കും നമുക്ക് ഉണ്ടാകുക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവര് ആ കിട്ടിയ ചാൻസ് എന്ന പോലെ ഇന്ന് എനിക്ക് ഒരു അതിഥിയായി കിട്ടിയല്ലോ, അതും ആരെയാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും രണ്ട് സഹാബികളെയുമാണ് കിട്ടിയത്. എന്നിട്ടോ ഖാൽ, അദ്ദേഹം ഇവര് വിശപ്പിന് അങ്ങനെ വന്നതാണ്, നിങ്ങൾ അന്വേഷിച്ചു വന്നാണെന്നും പറഞ്ഞില്ല. എന്നിട്ട് എന്ത്? ഫൻതലഖ ഫജാഅഹും ബിഅദ്ഖിൻ ഫീഹി ബുസ്ർ വതംറും വറുതബ്, എന്നിട്ട് ഇദ്ദേഹം ഇവരെയും കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്തു? ഫൻതലഖ, ഈ അബുൽ ഹൈസം അൽ അൻസാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇവരെയും കൂട്ടിക്കൊണ്ട് ഇലാ ഹദീഖത്തിഹി, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് എന്ത് ചെയ്തു? ഇവര് നാല് പേരും കൂടി ഈ തോട്ടത്തിലേക്ക് പോവുകയാണ്, അബുൽ ഹൈസമിന്റെ തോട്ടത്തിലേക്ക്. ഈ അബുൽ ഹൈസമും മറ്റു 3 പേരെയും പോവുകയാണ്. എന്നിട്ടോ അവര് പോയി അദ്ദേഹം അവർക്ക് വേണ്ട സാധനങ്ങൾ കാര്യങ്ങൾ കൊടുത്തു, വെള്ളം കൊടുത്തു. അതേ പ്രകാരം ഒരു പാത്രത്തില് ബുസ്റുൻ തംറുൻ റുതബും, അതേപ്രകാരം തമ്രിന്റെ പല ഇനങ്ങളാണ്, പല ഐറ്റംസിലുള്ള തമ്രുകൾ ഒരു ശേഖരം തന്നെ അവർക്ക് എന്ത് ചെയ്തു? കൊണ്ടുപോയി കൊടുത്തു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു കുലൂ മിൻ ഹാദി, ഇതിൽ നിന്ന് ഭക്ഷിച്ചുകൊള്ളൂ, ഇത് തിന്നുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പലവിധ രൂപത്തിലുള്ള തമ്രുകൾ അവർക്ക് സമർപ്പിച്ചു. വഅഖദൽ മുദിയ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അത് കഴിഞ്ഞ് അവരെയും കൊണ്ട്
പിന്നെ റസൂൽ ഈ സഹാബി എന്ത് ചെയ്തു? അതിനുശേഷം വീട്ടിലേക്ക് വന്നു. അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്ക് വന്നു എന്ന് മുഹദ്ദിസുകൾ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് ഫദബഹലഹും, അവർക്ക് ഒരു ആടിനെ അറുത്ത്, ഫഅകലു മിനശ്ശാത്ത്, അവർക്ക് ഒരു ആടിനെ അവർക്ക് അറുത്ത് നൽകി. ഒരു ആടിനെ അറുത്ത് അവരെ സൽക്കരിച്ചു. എന്നിട്ട് അത് പാകം ചെയ്ത് അവർക്ക് നൽകി. എന്നിട്ട് ഫഅകലു മിനശ്ശാത്ത് വമിൻ ദാലികൽ ഇദ് വശരിബു, അദ്ദേഹം നൽകിയിട്ടുള്ള ശുദ്ധമായ വെള്ളം, അതേപ്രകാരം തമ്ര്, അപ്രകാരം ആട്ടിറച്ചി, ഇതെല്ലാം അവര് നല്ല പോലെ ഭക്ഷിച്ചു എന്നും കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് അത് ഒരു ആടിനെ ഇറക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു സംഭവമായിരുന്നില്ല. കുറെ ആടുകളും തോട്ടങ്ങളും എല്ലാം ഉള്ള ഒരു വ്യക്തിയായിരുന്നു അത്. അപ്പൊ മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയധികം പ്രയാസങ്ങൾ അവര് വിശപ്പ് കൊണ്ട് റസൂലുള്ളാഹിയും സഹാബികളും പുറത്തിറങ്ങിയതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ. എന്നിട്ടും ആ സമയത്ത് എന്ത് ചെയ്തു? ഈ വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിലൊന്നുമില്ല, ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി തമ്ര് കൊടുത്ത് സ്വീകരിച്ചു. അതിനുശേഷം വെള്ളം കൊടുത്ത് സ്വീകരിച്ചു. അതിനുശേഷം വീട്ടിലേക്ക് വരുത്തിയിട്ട് ഒരു ആടിനെ മറുത്തുകൊണ്ട് അവരെ നല്ല രൂപത്തിൽ അവരെ സൽക്കരിച്ചു എന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പിന്നീട് പറയുന്നുണ്ട്, ഓക്കെ, ഇതിൽ വരുന്നില്ല. ഏതായിരുന്നാലും എന്താണ് ഹദീസിന്റെ ബാക്കി ഭാഗത്ത് വരുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹമാണിത്. ഇതിന് തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരുണ്ട്. അബൂബക്കറിനെയും ഉമറിനെയും ഉണർത്തി. ഉമറെ, വളരെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഒരു സമയത്ത്, വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു മഹത്തായ ഒരു അനുഗ്രഹം, ആ വിശപ്പ് പോവുക എന്നുള്ളൊരു അനുഗ്രഹം, അതിനെ തീർച്ചയായും അള്ളാഹുവിനോട് നമ്മൾ ശുക്ർ, നന്ദിയുള്ളവരായിരിക്കണം എന്ന് പോലും അവരെ താക്കീത്ത് ചെയ്തു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ പിരിഞ്ഞു തുടങ്ങിയിട്ടുള്ള ധാരാളം സംഭവങ്ങൾ നമുക്ക് സഹാബികളുടെ ചരിത്രങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതല്ലാത്ത ധാരാളം സംഭവങ്ങള് നമുക്ക് എപ്പോഴും കേട്ട് പരിചയമുള്ള സംഭവങ്ങളെല്ലാം ഇതല്ലാതെ തന്നെയുണ്ട്. ഏതായിരുന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരാള് ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് അവന്റെ ബാധ്യതയാണ്. ഒരാള് ക്ഷണിക്കഴിഞ്ഞാൽ മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള കടമകൾ 6 എന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഹദീസ് എല്ലാവർക്കും പരിചയമുള്ളതാണ്, വിശദീകരിക്കുന്നില്ല ഹദീസ് മുഴുവനായിട്ട്. അതിൽ കാണാം എന്ത്? ഇദാ ദഅക ഫഅജിബുഹു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള കടമയിൽപ്പെട്ടതാണ് നിന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും നിന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണം നീ സ്വീകരിക്കണം, ആ ക്ഷണത്തിന് നീ ഉത്തരം നൽകുക എന്നുള്ളത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള ബാധ്യതയാണ് പരസ്പരം കണ്ടാൽ സലാം പറയുക, അതേപ്രകാരം രോഗിയെ സന്ദർശിക്കുക, പ്രകാരം തന്നെ മയ്യത്തിന്റെ കൂടെ മയ്യത്തിനെ പിന്തുടരുക തുടങ്ങിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. 10 കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഹദീസ് വേറെയുണ്ട്. അതേപ്രകാരം 6 കാര്യങ്ങൾ വിശദീകരിക്കുന്ന നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഹദീസ് മറ്റൊന്നുമുണ്ട്. ഹദീസിലേക്ക് ഞാൻ കൂടുതൽ ഇറങ്ങി വിശദീകരിക്കുന്നില്ല. ഏതായിരുന്നാലും ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് ഒരാളെ ക്ഷണിക്കുക എന്നുള്ളത്. ഒരാളെ നമ്മള് അതിഥി ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നില്ല എങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുക, അതിഥിയായിട്ട് നമ്മൾ വീട്ടിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതും നമ്മുടെ ബാധ്യതയാണ്. ക്ഷണിച്ചാലോ ആ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളതും ബാധ്യതയാണ്. ക്ഷണം അതും റസൂലുള്ളാഹി പഠിപ്പിച്ചു. ആരെങ്കിലും ക്ഷണിച്ചു കഴിഞ്ഞാലോ വീട്ടിലേക്ക് ഒന്ന് വരണം, അവിടെ നമ്മൾ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടുന്നുണ്ട്, അതല്ലെങ്കിൽ നിങ്ങളെ സൽക്കരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്ത് ഓക്കെ هذا حديث أبو رافع بيش يدرنا حق المسلم المسلم ستون قيل ما هن يا رسول الله إذا لقيته فسلم عليه, നീ അവരെ കണ്ടുമുട്ടിയാൽ സലാം പറയുക. വൈദാ ദഅക ഫജീബു, നിന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഫഅജിബുഹു, നീ അവർക്ക് എന്ത് ചെയ്യുക? ഉത്തരം നൽകുക. അതാണ് ഹദീസ് നമ്മുടെ വിഷയം. ഈ കാര്യത്തില് ഉദാഹരണമായിട്ട് ക്ഷണിച്ചാൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ വിധി, അതിഥിയെ സൽക്കരിക്കുക എന്നുള്ളതിന്റെ വിധി അത് സുന്നത്താണ് എന്നും വാജിബാണ് എന്നും പണ്ഡിതന്മാരുടെ 2 അഭിപ്രായങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിലും ഒരാൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ ഞാൻ വരാം എന്ന് പറഞ്ഞാൽ, പിന്നെ പല ആളുകളുണ്ട് അങ്ങനെ, എന്ത് ക്ഷണിച്ചു ഓക്കെ ഇൻഷാ അല്ലാഹ് വരാട്ടാന്ന് പറയും, പിന്നെ അതിലേക്ക് മെയിൻ ചെയ്യില്ല, അത് പോവുകയല്ല. അത് ചെയ്യരുത്, ഒരിക്കലും തെറ്റാണത്. പ്രത്യേകിച്ച് വലീമക്കാണ് ക്ഷണിക്കുന്നതെങ്കിൽ, ഒരാള് നമ്മൾ ക്ഷണിക്കുന്നത് വിവാഹ ഭക്ഷണത്തിന് വേണ്ടി വലീമ കഴിക്കുവാൻ വേണ്ടിയാണ് എങ്കിൽ
അതൊരിക്കലും അവന് വാജിബാണ് അത് ക്ഷണം സ്വീകരിക്കലെന്ന്. രണ്ട് സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. ഒന്ന്, സാധാ അവര് എന്തെങ്കിലും ചെറിയ സൽക്കാരങ്ങളെ പോലെ ക്ഷണിക്കുകയാണെങ്കിൽ അത് ഉത്തരം നൽകല് സുന്നത്താണ്. മറ്റേത് വാജിബാണ് എന്നാണ്. പോയില്ലെങ്കിൽ അവന് കുറ്റക്കാരനാണ്. വിവാഹ വലീമക്ക് വേണ്ടി ക്ഷണിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോകണം നിർബന്ധമായിട്ട്. ഇനി പോയില്ലെങ്കിലോ, പോകാൻ പറ്റില്ലെങ്കിൽ നേരത്തെ പറയാം, എനിക്ക് വരാൻ പറ്റൂല, സാധിക്കൂല, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഹോസ്പിറ്റൽ കേസുകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു അവരോട് ഒഴിവാകാം. അതല്ലാതെ ഞാൻ വരാം എന്ന് പറഞ്ഞ് അവർ നമ്മളൊക്കെ കരുതി കാത്തിരുന്ന് നമുക്ക് വേണ്ടിയുള്ള ഭക്ഷണമൊക്കെ കരുതി വെച്ച് എന്നിട്ട് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിമിനത് മനപ്രയാസം ഉണ്ടാക്കുന്ന വിഷയങ്ങളായിരിക്കാം. അതുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരാളെ ക്ഷണിച്ച് എന്ത് ചെയ്യരുത്, ആ ക്ഷണം സ്വീകരിക്കാതിരിക്കരുത്. അതല്ലെങ്കിൽ ക്ഷണിക്കുന്ന സമയത്ത് തന്നെ പറയാം, ഒഴിവ് ഇല്ല എങ്കിൽ എനിക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ആ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യാം, അതിൽ നിന്ന് ഒഴിവാകുകയാണ് വേണ്ടത്. തിരിച്ച് ഏത് സമയത്തും സൽക്കരിക്കുക എന്നുള്ളതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. വളരെ പ്രതിഫലമുള്ള കാര്യമാണ്. ഏതുപോലെ നോമ്പ് തുറയുടെ വിഷയം നമുക്കറിയാം. ഇന്ന് റമദാൻ മാസത്തിലാണ് നമ്മൾ ഒരാളെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളതിന് പ്രതിഫലം വേറെ കിട്ടുന്നുണ്ട് നമുക്ക്. എന്താണ് ഒരാളെ നോമ്പ് തുറപ്പിച്ചാലുള്ള പ്രതിഫലം? നമുക്കറിയാം എന്താണ് ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അതിനുള്ള പ്രതിഫലം. മൻ അഫ്തറ സ്വാഇമൻ, പറഞ്ഞോളൂ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഒരാൾ മറ്റൊരാളെ നോമ്പ് തുറപ്പിച്ചാലുള്ള പ്രതിഫലം. മാഷാ അല്ലാഹ്, അതെ ശരിയാണ്. നോമ്പെടുത്തവന്റെ പുണ്യം, നോമ്പെടുത്തവന്റെ ഒരാളെ 10 ആളെയാണ് നോമ്പ് തുറപ്പിക്കുന്നത് എഴുതുക. ചുരുങ്ങിയത് ഒരു 10 ആളെ നോമ്പ് തുറപ്പിച്ചാൽ ആ 10 ആള് നോമ്പെടുത്ത പ്രതിഫലം, അതായത് അവന്റെ പ്രതിഫലം ഒട്ടും തന്നെ കുറയാതെ, ആ നോമ്പെടുത്ത ആളെ പ്രതിഫലം ഇങ്ങോട്ട് മടങ്ങില്ല കേട്ടോ. ഇനി ഒരാള് പറയാണ് എന്താണ് ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്, ഞാൻ നോമ്പെടുക്കാൻ പോകുന്നില്ല, കാരണം എന്താ എന്റെ കൂലി അവന് കിട്ടും. അല്ല, അവന് കിട്ടുന്നതോട് കൂടി ഇവനും തന്നെ കിട്ടുന്നുണ്ട്, 2 പേർക്ക് ആ കൂലി കിട്ടുന്നുണ്ടെന്നാ. അപ്പോ ഒരു ചുരുങ്ങിയത് ഒരാൾ ഒരു 100 പേര് നോമ്പെടുപ്പിച്ചുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. 100 ആളുകൾ നോമ്പെടുത്ത പ്രതിഫലം ആരാണോ നോമ്പ് തുറപ്പിക്കാൻ വിളിക്കുന്നത്, ആരാണോ അവരെ വിളിക്കുന്നത്, ആ വിളിക്ക് ആതിഥേയനുണ്ട്. അതിഥിക്കുള്ളത് പോലെ തന്നെ ആതിഥേയനും ഉണ്ട്. അതെ, ഫലഹു മിസ്ലു അജ്രിഹി, അവന്റെ അതേ പ്രതിഫലം തന്നെ ഈ നോമ്പെടുത്തവനുള്ള പ്രതിഫലം അവരെ നോമ്പ് തുറപ്പിച്ചവനും ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോ അതും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പുണ്യമാണ്. ഇത് 2 പ്രതിഫലം അവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഒന്ന് നോമ്പിന്റെ പ്രതിഫലവും മറ്റൊന്ന് ഒരു അതിഥിയെ സ്വീകരിക്കുക, അതിഥിയെ ആദരിക്കുക എന്നുള്ളതിന്റെ പ്രതിഫലം കൂടി അവിടെ 2 കാര്യങ്ങളാണ് അതിൽ നമുക്ക് ഒരുമിച്ച് കൂടുന്നത് എന്ന് കാണാൻ സാധിക്കും. ധാരാളം സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് അതിഥിയെ ആദരിക്കുക എന്നുള്ളത്, റസൂലുള്ളാഹി ആദരിച്ച സമയത്ത് മോചിതത്തുകൾ പ്രകടമായ യുദ്ധവാളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ റസൂലുള്ളാഹി ക്ഷണിച്ചു, നേരെ തിരിച്ചും നല്ല രീതി, നല്ല നന്മയ്ക്ക് വേണ്ടിയല്ലാതെ റസൂലുള്ളാഹിയെ കൊല്ലണം എന്നുള്ള രൂപത്തില് റസൂലുള്ളാഹിയെ ക്ഷണിച്ച ആളുകളുണ്ട്. നമുക്കറിയാം, റസൂലുള്ളാഹിക്ക് വിഷം കലർത്തി വിഷം നൽകിയ ഒരു സ്ത്രീയുടെ കഥ. റസൂലുള്ളാഹിയെ ക്ഷണിച്ചു, വിഷം കലർത്തിയ അവരെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടായിക്കൊണ്ട് റസൂലുള്ളാഹിയും സഹാബികളൊക്കെ ക്ഷണിച്ചു, വിഷം കലർത്തിയ ഭക്ഷണം റസൂലുള്ളാഹിക്ക് സമർപ്പിച്ച സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് റസൂലുള്ളാഹിക്ക് വഹയിന്റെ അടിസ്ഥാന പ്രകാരം അദ്ദേഹം അത് കഴിച്ചില്ല എന്ന് മാത്രം. അപ്പോ ഇതല്ലാത്ത നമുക്കറിയാം ഖന്തഖ് യുദ്ധം, അഹ്സാബ് യുദ്ധവേളയില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഅ്ജിസത്ത് പ്രകടമായിട്ടുള്ള സംഭവം. ജാബിർ ഇബ്നു അബ്ദുള്ള എന്ന് അറിയപ്പെടുന്ന സഹാബി, അദ്ദേഹത്തെ റസൂലുള്ളാഹിയും സഹാബികളെല്ലാം ക്ഷണിച്ചു, വീട്ടിലേക്ക് സൽക്കരിച്ചു. ആ ഖന്തഖ് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന 100 കണക്കിന് സഹാബികൾ അടക്കം എന്താണ് റസൂലുള്ളാഹി ജാബിർ ഇബ്നു അബ്ദുള്ള എന്ന് പറയുന്ന സഹാബി സൽക്കരിക്കുകയാണ്. ആ സംഭവം ദീർഘമായ സംഭവമാണ്. ഏതായാലും നമുക്കറിയാം ഖന്തഖിന്റെ സംഭവത്തെ സമയത്ത് വളരെ വിശപ്പില്, വളരെ പ്രയാസത്തില് നടന്നിട്ടുള്ള ഒരു യുദ്ധമാണ് എന്ത് ഖന്തഖ് യുദ്ധം, അഹ്സാബ് യുദ്ധം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ അഹ്സാബ്, ആ യുദ്ധത്തിന്റെ പേരിൽ ഒരു സൂറത്ത് തന്നെ കാണാൻ സാധിക്കും. കിടങ്ങ് കുഴിച്ചിട്ട് റസൂലുള്ളാഹിയും സഹാബികളും എല്ലാവരും ഒന്നിച്ച് ശത്രുക്കൾ നേരിടാൻ വേണ്ടി അവർ മദീനയിലേക്ക് അടുക്കരുത്, അവരെ നേരിടണം, അവർ മദീനയിലേക്ക് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിടങ്ങ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു നൽകിയ ഐഡിയ പ്രകാരം അവർ ഒരു കിടങ്ങ് കുഴിക്കുകയാണ്. കിലോമീറ്ററുകളോളം നീളത്തിലും അതേപോലെ ഒരു കുതിരക്കോ ഒരു മനുഷ്യനോ ചാടിക്കടക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വീതിയിലുമാണ് ഇവര് കിടങ്ങ് കുഴിക്കുന്നത്. വെറും പ്രയാസപ്പെട്ടുകൊണ്ട് വിശപ്പിന്റെ കാഠിന്യത്താല്
അവര് ദിവസങ്ങളോളം കുഴി കുഴിക്കുകയാണ്. വിശപ്പിന്റെ കാഠിന്യത്താൽ സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് വയറ് പൊക്കിക്കൊണ്ട് കാണിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, ഞങ്ങൾ കല്ല് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ കിടങ്ങു വീഴിക്കുന്നത് എന്ന്. ആ സമയത്ത് റസൂലുള്ളാഹി കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹി അദ്ദേഹത്തിന്റെ വസ്ത്രം മുക്കി കാണിച്ചു കൊടുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ്റത്തിൽ 2 കല്ല് റസൂലുള്ളാഹി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരെക്കാളും കഠിനമായ വിശപ്പ് റസൂലുള്ളാഹിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു, സന്ദർഭമായിരുന്നു. ആ സമയത്താണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ള ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു, അദ്ദേഹം റസൂലുള്ളാഹിയെയും കുറച്ച് സഹാബികളെയും എല്ലാവരെയും വിളിക്കാൻ സാധിക്കൂല, അതുകൊണ്ട് ഒരു ആട്ടിൻകുട്ടിയെ അറുക്കുകയും എന്നിട്ട് അത് പാകം ചെയ്ത് എന്റെ ഭാര്യയോട് പാകം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും എന്നിട്ട് 1 ലിറ്റർ ഗോതമ്പ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കുകയും ചെയ്തു. ഇത് ഏകദേശം 1 ലിറ്റർ ഗോതമ്പ് കൊണ്ട് റൊട്ടിയും ഒരു ആട്ടിൻകുട്ടിയെയും അറുത്തുകൊണ്ട് റസൂലുള്ളാഹിയെയും ഏകദേശം കുറച്ച് സഹായിമാരെയും എന്ത് ചെയ്യും, റസൂലുള്ളാഹി ഈ ജാബിർ ഇബ്നു അബ്ദുല്ലാ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് റസൂൽ എന്ത് ചെയ്തു, ഈ കുറച്ച് സഹാബികൾ മാത്രം പോകുന്നതിന് പകരം ഖന്തക്കിലുണ്ടായിരുന്ന ഈ 1000-ഓളം വരുന്ന സഹാബികളെയും കൊണ്ട് റസൂലുള്ളാഹി ഈ ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ടോ എല്ലാവരും കൂടി ആ വീട്ടുകാരാകെ വിഷമിച്ചു. ഞാൻ ആകെ 2-3 നിങ്ങളെയും റസൂലുള്ളാഹിയും കുറച്ച് സഹാബികളെയും മാത്രമാണല്ലോ വിളിച്ചത്, എന്നിട്ട് റസൂലുള്ളാഹി എന്താ ഇത്രയും ആളുകളെയും കൂട്ടി വന്നിരിക്കുന്നു എന്ന് കരുതി അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് റസൂലുള്ളാഹി ഇവരെയും എല്ലാവരെയും കൂട്ടിപ്പോയി. എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഈ ഒരു ആട്ടിൻകുട്ടിയുടെയും അതിന് കുറച്ച് അല്പം ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണത്തിന്റെയും കൂടെ എല്ലാവരും ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടു. എന്നിട്ടും എല്ലാവർക്കും വയറ് നിറഞ്ഞിട്ടും അവരുണ്ടാക്കിയ കറിപ്പാത്രവും ആ റൊട്ടിയുടെ പാത്രവും അതേപോലെ തന്നെ ഒരിക്കലും തീരെ അതിൽ നിന്ന് ഭക്ഷിക്കാത്ത രൂപത്തിൽ എന്ത് നിറഞ്ഞു തന്നെ അവിടെ അവശേഷിക്കുകയും ചെയ്തു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ രേഖപ്പെടുത്തിയുള്ള സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോചിസത്ത്, അമാനുഷികമായിട്ടുള്ള സംഭവം, പ്രകടമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ യുദ്ധവേളയിൽ, ഖന്തക് യുദ്ധവേളയിൽ സംഭവിച്ചുള്ളത്. അവിടെയും അതിഥി സൽക്കാരമാണ്, അതിഥി ആദരിക്കലാണ് അവിടെ നടന്നത്. അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങള് ഇതല്ലാതെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ അപ്പോ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ചരിത്ര സംഭവങ്ങൾ കൂടുതൽ വിശദീകരിക്കുകയല്ല, നമ്മുടെ ഒരു ബാധ്യതയാണ് ഒരു അതിഥിയെ ആദരിക്കുക. ഒരു മുസ്ലിമിന്റെ മേലുള്ള മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള അവകാശമാണ് എന്നുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളൊക്കെ ഇന്നൊക്കെ ഒരു ധൂർത്താണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അതിഥിയെ ആദരിക്കുമ്പോൾ ധൂർത്ത് എന്നുള്ളത്. ആലോചിച്ച് നോക്കുക, ഒരു നോമ്പ് സൽക്കാരം, ഇന്നത്തെ നോമ്പ് തുറക്കാൻ ആലോചിച്ച് നോക്കൂ, എത്ര ഐറ്റംസ് സാധനങ്ങൾ ഉണ്ടാവും നോമ്പ് തുറക്കാനെന്ന്. ഒന്ന് ശരിക്കും ഒരു നോമ്പുകാരന് അത്യാവശ്യമായിട്ട് ആവശ്യമുള്ള 2 ഗ്ലാസ് വെള്ളവും ഈത്തപ്പയും ജ്യൂസും കയറി പോലെ. അങ്ങനെ ഇന്ന് നമുക്ക് ഐറ്റംസ് എന്ന് നോമ്പ് തുറ എന്ന് പറഞ്ഞാല് ഒരു സ്പെഷ്യൽ ആളുകളെ കണ്ണിൽ എന്ത് ചെയ്യാ, ഒരു വമ്പൻ സംഭവമായിരുന്നു കേട്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള രൂപത്തിലാണ് ഇന്ന് ആളുകൾ നോമ്പ് തുറ. മറ്റൊരു നോമ്പ് അത് ഉഷാറായില്ല എന്നുള്ളതാണ്. 3 സ്റ്റെപ്പാണ്, ശരിയാണ്, 3 സ്റ്റെപ്പുകളാണ്. ഒന്ന് പല രൂപത്തിലാണ്, പല ടൈമിലൊന്ന് നോമ്പ് ബാങ്കിന്റെ മുമ്പായിട്ടൊന്ന്, ശേഷം ഒന്ന്, അങ്ങനെ പല സ്റ്റെപ്പുകളായിട്ട് വരുന്നുണ്ട്. അതൊക്കെ ഫസ്റ്റ് ട്രിപ്പ് വെള്ളം, പിന്നെ ആ ഒരു ഫ്രൂട്ട്സ്, പിന്നെ നന്നാക്കിയുള്ള തീറ്റ എന്നുള്ളത്. ഏതായിരുന്നാലും പല ഐറ്റംസ്, 1ഉം 2ഉം പൊരികളല്ല, 3ഉം 4ഉം 5ഉം 6ഉം എത്ര ഐറ്റംസ് ആണുള്ളത്. അത് ബാങ്കിന് മുമ്പ്, ഞാൻ ബാങ്കിന് മുമ്പ് പറഞ്ഞോ, ആലോചിച്ചിട്ടോ, അത് നമസ്കാരത്തിന് മുമ്പ്, ക്ഷമിക്കണം, നമസ്കാരത്തിന്റെ മുമ്പ്. അത് ആരും പറയണ്ട, ബാങ്കിന് മുമ്പ് നോമ്പ് തുറക്കാന്നുള്ളത്. അപ്പോ മനസ്സിലാക്കേണ്ടത് ഇത്രയും ധൂർത്തായിട്ടാണ് എന്ത് നോമ്പ് തുറ. മാത്രവുമല്ല സൽക്കാരങ്ങളും അതിഥിയെ ആദരിക്കുക എന്നുള്ളതുണ്ടല്ലോ. ഇന്ന് അവന് എന്താ, ഒരാൾക്ക് കഴിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണമല്ല, അതിന് അപ്പുറമായിട്ട് ഒരാൾക്ക് ചിലപ്പോ ഇതെല്ലാം കൂടി ഒന്ന് ടേസ്റ്റ് വെക്കാൻ സമയം കിട്ടൂല. അത്രയും ഐറ്റംസ് സാധനങ്ങൾ ഉണ്ടാവും. എത്രയും ഐറ്റംസ് സാധനങ്ങളായിരിക്കും ഇന്ന് സൽക്കാരങ്ങൾക്ക് കുറക്കുക. നോമ്പ് തുറപ്പിക്കാം. അത്യാവശ്യമായിട്ട് ഒരാൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം എന്താണോ അത് നൽകുകയാണ് നമ്മൾ വേണ്ടത്. അതല്ലാതെ ധൂർത്തടിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ സ്വഭാവമല്ല. നമ്മൾ അതിന് കുറ്റക്കാരാകും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സൽക്കാരങ്ങള് ഇന്ന് അതിഥി സൽക്കാരങ്ങൾ പല ഐറ്റംസാണ്. അനങ്ങിയ സൽക്കാരാ. ഇതുപോലെ ഇന്നൊക്കെ ഇപ്പോ ഒരു ഹജ്ജ്, പണ്ടൊക്കെ ഹജ്ജിനെ പോലെ യാത്ര പറഞ്ഞ് പിരിയലായിരുന്നു.
ഇന്ന് ഒരു ഹജ്ജിന് പോവുക, അതല്ലെങ്കിൽ ഉംറക്ക് പോവുക എന്നൊക്കെ ആണെങ്കിൽ അതിന്റെ ഒരാഴ്ച മുമ്പേ സൽക്കാരങ്ങൾ തുടങ്ങും. ഓരോ ദിവസങ്ങള് ഹജ്ജ് സൽക്കാരം തുടങ്ങിയിട്ടുള്ള സൽക്കാരങ്ങളാണ്. ഇതൊക്കെ സൽക്കരിക്കണ്ട എന്നല്ല പറഞ്ഞത്. ഇതൊക്കെ എന്താണ്, ഒരു അനാവശ്യ സൽക്കാരങ്ങളായിട്ട് ഇന്നെന്ത് ചെയ്യാണ് നമ്മുടെ നാടില് വന്നുകൊണ്ടിരിക്കുന്ന സൽക്കാരങ്ങളാണ്. അതൊക്കെ എന്താ ചെയ്യുക, ആവശ്യമില്ലാത്ത സൽക്കാരങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ആളുകളെ കാണിക്കണം എന്നുള്ള രൂപത്തിലുള്ള സൽക്കാരങ്ങളല്ല, അത്യാവശ്യമായിട്ട് നമ്മൾ സൽക്കരിക്കേണ്ട അതിഥികളെ ആദരിക്കുക. പിന്നെ അതിഥികളെ ആദരിക്കുമ്പോൾ സൽക്കരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കണം, നോമ്പ് തുറപ്പിക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ത്, പാവപ്പെട്ടവരെ ഉൾപ്പെടുത്തുക എന്നുള്ളത്. പാവപ്പെട്ടവരെ ഉൾപ്പെടുത്തുക എന്നുള്ളത് ചില ആളുകളുണ്ട്, ഇഷ്ടമല്ല പണക്കാരെ മാത്രം വിളിച്ചുകൊണ്ട് അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ വിളിച്ചുകൊണ്ട് പാവപ്പെട്ടവരെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ, അത് ഒരിക്കലും ശരിയാവുകയില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേക കല്യാണത്തിന്റെ വിഷയത്തില്, വലീമയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി ശർറു തആമി തആമുൽ വലീമ, ഏറ്റവും മോശമായിട്ടുള്ള ഷർറായിട്ടുള്ള ഭക്ഷണം എന്താ, വലീമയുടെ ഭക്ഷണം, കല്യാണത്തിന്റെ നിക്കാഹിന്റെ ഭക്ഷണമാണ് എന്ന് പറഞ്ഞു. എന്താണ് ആ മോശമായിട്ട് എന്ന് പറയാൻ കാരണം, എന്താണ്, ഏത് രൂപത്തിലുള്ള വലീമയാണ് മോശമായിട്ടുള്ള വലീമ? യുദ്അലഹൽ അഗ്നിയ, പണക്കാര ഗനികളെ പണക്കാരെ മാത്രം വിളിക്കുകയും വയുത്രക്കുൽ ഫുഖറാ, ഫുഖറാഅങ്ങളെ ദരിദ്രരെ പാവപ്പെട്ടവരെ ഒഴിവാക്കുകയും ചെയ്യുന്ന വലീമയുണ്ടല്ലോ, അത് ശർറു തആം, ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള ഭക്ഷണമാണ് എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സൽക്കാരങ്ങള്, നമ്മുടെ പാർട്ടികളൊക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പാവപ്പെട്ട ആളുകളെ, മിസ്കീന്മാരെ, ഫുഖറാക്കളെ, ദരിദ്രരെ, ഇവരൊക്കെ എന്ത് ചെയ്യുക, പ്രത്യേകം ക്ഷണിക്കുക എന്നുള്ളതും നമ്മൾ പോകാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ പെട്ടതാണ്. പിന്നെയോ ധാരാളം മര്യാദകൾ നമുക്കറിയാം. അതിഥി ഒരാൾ ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകള്, അതൊക്കെ ഇവിടെ വിശദീകരിച്ച് പറയേണ്ടത് ആവശ്യമില്ല. അതൊക്കെ ഒരു ആദാബുൽ ബുയൂത്ത്, വീടുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, സന്ദർശന മര്യാദകളൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യേണ്ടതാണ്, മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. ശുദ്ധ ഖുർആൻ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും ലഅല്ലകും തദക്കറൂൻ. സൂറത്തുൻ നൂറിലെ 27-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. അല്ലയോ സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ പ്രവേശിക്കരുത്. ഹത്താ തുസല്ലിമു, ഹത്താ തസ്തഅനിസു വതുസല്ലിമു, നിങ്ങൾ അനുവാദം ചോദിക്കും, അതേ പ്രകാരം സലാം പറയുകയും ചെയ്തിട്ടല്ലാതെ. നിങ്ങൾ ആ വീട്ടുകാർക്ക് സലാം പറഞ്ഞിട്ടല്ലാതെ എന്ത് ചെയ്യരുത്, വീട്ടിലേക്ക് പ്രവേശിക്കരുത്. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസിൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള അവകാശം പറഞ്ഞപ്പോഴും പറഞ്ഞതാണ്, പരസ്പരം കണ്ടുമുട്ടിയാൽ ഇദാ ലഖൈതഹു ഫസല്ലിം അലൈഹി, അവനെ സലാം പറയുക എന്നുള്ളത്. അവർ അതിഥിയായിട്ടൊരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ആ ആതിഥേയനോട് എന്ത് ചെയ്യാ, സലാം പറയുക എന്നുള്ളത്. നീ വീട്ടിൽ ആരും കാണുന്നില്ല, ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അവര് നമ്മള് സലാം പറഞ്ഞുകൊണ്ട് പ്രവേശിക്കുകയും അവരെ വീട്ടിലേക്ക് അനുവാദം ചോദിക്കുക. ഞാൻ വരട്ടെ, ഫഇല്ലം തജിദു ഫീഹ, ആരും വീട്ടിലില്ല എങ്കിൽ ഫഇല്ലം തജിദു ഫീഹ അഹദൻ ഫലാ തദ്ഖുലൂഹാ ഹത്താ യുദന ലക്കും, നിങ്ങൾ അനുവാദം കിട്ടുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ വീട്ടില് പ്രവേശിക്കാൻ പാടുള്ളതല്ല എന്നാ. ഇനി ആരെങ്കിലും നമ്മൾ 3 അങ്ങനെയാണ് റസൂലുള്ളാഹി പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ 3 തവണ അനുവാദം ചോദിക്കണം എന്നാ. അതും വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ കാണാൻ സാധിക്കും. 3 തവണ. ഒന്ന് സലാം പറഞ്ഞുകൊണ്ട് അനുവാദം ചോദിക്കുക, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രവേശിക്കട്ടെ എന്ന് ചോദിക്കുക. ഒരു മറുപടി ഇല്ല, വീണ്ടും ചോദിക്കുക, ഞാൻ പ്രവേശിക്കട്ടെ എന്നുള്ള നിലയ്ക്ക് വീണ്ടും ചോദിക്കുക. 3 ചോദ്യത്തിന് മറുപടി ഇല്ല എങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിന് വരൂ നമുക്ക് കടന്നോളൂ എന്നാണെങ്കിൽ നമ്മൾ പ്രവേശിക്കുക. അതല്ല എന്നുള്ള മറുപടിയാണ് എങ്കിൽ ഫഇൻ ഖീല ലക്കും ഇർജിഉ, മടങ്ങി പോകാനാണ് നമ്മോട് ആവശ്യപ്പെടുന്നതെങ്കിൽ ഫർജിഉ ഹുവ അസ്കാ ലക്കും വല്ലാഹു ബിമാ തഅമലൂന അലീം, നിങ്ങൾ മടങ്ങി പോവുകയാണ് വേണ്ടത്, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം, അതാണ് നല്ലത് എന്ന് ശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. അപ്പോ അതിന്റെ മര്യാദകൾ പെട്ടതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതാണ് വീട്ടിൽ ചെല്ലുമ്പോൾ അനുമതി ചോദിക്കുക. ആളെ പറയാ, പലപ്പോഴും പല ആളുകൾ ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോ ഡോറിങ്ങനെ മുണ്ടൂല, ആരാന്നും മുണ്ടൂല.
ആളുകളില്ലാത്ത വീട്ടിൽ പോയി ഡോർ എങ്ങനെ പോയി മുട്ടുക എന്നുള്ളത് അതും ശരിയല്ല. പ്രത്യേകിച്ച് ഞാൻ ഇന്ന ആളാണ് എന്ന് ഒരു അന്യ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പ്രത്യേകം പറയേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ഒരാൾ സഹാബി വന്നുകൊണ്ട് വാതിൽക്കൽ മുട്ടി എന്നിട്ട് ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു. ഞാനാണെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി ചോദിച്ചപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് പറഞ്ഞു. വീണ്ടും പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞു എന്ന് ഉണ്ട്. അപ്പൊ റസൂലുള്ളാഹി പ്രത്യേകം പഠിപ്പിച്ചു ഈ രൂപത്തിലുള്ള എന്ത് ചെയ്യരുത്, നമ്മുടെ വാക്കുകളിൽ നിന്നുണ്ടായത് പ്രത്യേകിച്ച് പേരെടുത്ത് പറയുകയാണ് ചെയ്യേണ്ടത്. അതേ പ്രകാരം ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഡോറിന്റെ കവാടത്തിന് മുന്നിൽ നിൽക്കരുത്. ഒരാൾ വീട്ടിലേക്ക് ഡോറ് തുറന്നു തരാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്, നേരിട്ട് അവരെ വീട്ടുകാരനെ നമ്മള് വെയിറ്റ് ചെയ്യുമ്പോൾ ഡോറിന്റെ മുന്നിൽ നിൽക്കരുത്. റസൂലുള്ളാഹി പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് മുന്നിൽ നിൽക്കരുത്. ഒന്നുകിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറി നിൽക്കാൻ വേണ്ടി ഹദീസിൽ കാണാൻ സാധിക്കും. ഒന്നുകിൽ ഒന്ന് അല്പം വലത്തോട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഇടത്തോട്ട് മാറി നിൽക്കുക എന്ന് പ്രത്യേകം റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അതേ പ്രകാരം ധാരാളം വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അത് ആദാബുൽ ബുയൂത്ത്, വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട മര്യാദകളൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം ഒരാൾ വീട്ടിൽ വന്ന് കുറെ അവരൊക്കെ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള നമുക്ക് അവരുടെ മേൽ ഇത്രയും നമ്മളെ സൽക്കരിച്ചതിന് അവർക്ക് വേണ്ടിയുള്ള നമുക്ക് നൽകാനുള്ളത് പ്രാർത്ഥനയാണ്. ഒരു ആതിഥേയന് വേണ്ടി നൽകാനുള്ളത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് പ്രാർത്ഥനയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഭക്ഷണം നൽകിയവന് വേണ്ടി, അതെപ്പോ ഇവര് വീട്ടിൽ അതിഥിയായിട്ട് വന്നിട്ടില്ല, ഏത് സമയത്താണെങ്കിലും പുറത്ത് ഇവിടെ വെച്ച ഒരാൾ നമുക്ക് ഭക്ഷണം നൽകിയെങ്കിൽ, ഒരാളുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് ഒരാൾ നമുക്ക് ഭക്ഷണം വാങ്ങിത്തന്നുവെങ്കിൽ ഒക്കെ ആ വാങ്ങിത്തന്ന ആൾക്ക് ആരാണോ നമുക്ക് ഭക്ഷണം നൽകിയത് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ഉപ്പയുടെ അടുക്കലേക്ക് വന്നു. ഫനസല അലൈഹി, ഉപ്പയുടെ അടുക്കൽ വന്നു. ഫദക്കറ തആമൻ ഫഅതാഹു ബിഹി, അങ്ങനെ ഭക്ഷണം കൊണ്ടുവന്നു. വദക്കറ സവീഖൻ ഷൈഅൻ ആഖർ, പല ഐറ്റംസ് സാധനങ്ങൾ എന്ത് ചെയ്തു അവർക്ക് നൽകി. വഅതാഹു ബിശറാബിൻ, എന്നിട്ട് വെള്ളവും കൊടുത്തു. ഫനാവല മിൻ അൻ യമീനിഹി, എന്നിട്ട് വലതു ഭാഗത്ത് നിന്ന് റസൂലുള്ളാഹി ഭക്ഷിച്ചു. വഅതാഹു ബിതംറിൻ, എന്നിട്ട് തംറും കൊടുത്തു എന്നൊക്കെ അവരെ സൽക്കരിച്ചു എന്നുള്ള വിഷയം പറയാണ്. ഫജഅല യഅകുലു, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ ഭക്ഷിച്ചു. ഫലമ്മാ ഖാമ ലിയർകബ് ആഖദ ബിലിജാമി ദാബതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ച് പോകാൻ വേണ്ടി തന്റെ വാഹനപ്പുറത്ത് കയറിയിരുന്നപ്പോൾ വഖാൽ, അദ്ദേഹം പറഞ്ഞു, സഹാബി പറഞ്ഞു, ഉദ്ഉല്ലാഹ ലി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി നൽകി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. നമുക്ക് ഭക്ഷണം നൽകിയ ഒരാൾക്ക് വേണ്ടി, ഒരു ആതിഥേയന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇത്. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. പ്രത്യേകം അത് മനഃപ്പാഠമാക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. കുറെ അങ്ങോട്ട് പോയി കുറെ ഭക്ഷണം കഴിച്ചങ്ങനാണ്ട് ചിരിച്ചു പോരാ എന്നല്ലാതെ അതിനപ്പുറം ഒരു പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലരും മറന്നു പോകുന്ന കാര്യമാണ്. അത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഉള്ളതാണ്. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. മുസ്ലിമിലെ 1616 നമ്പർ ഹദീസ് നോക്കിയാൽ കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ മറ്റൊരു പ്രാർത്ഥനയും ഹദീസിൽ കാണാൻ സാധിക്കും. 1626 നമ്പർ മുസ്ലിമിലെ 1626 നമ്പർ ഹദീസിൽ അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വസ്ഖി മൻ സഖാനി. അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വസ്ഖി മൻ സഖാനി. അല്ലാഹുമ്മ അത്ഇം മൻ, പറയാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ആവർത്തിക്കുന്നത്. അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വസ്ഖി മൻ സഖാനി. ഇതും നമുക്ക് ഭക്ഷണം നൽകിയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ്, ഹദീസിലുള്ളതാണ്. അതേ പ്രകാരം ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഒരു ഹദീസിലുള്ള റിപ്പോർട്ടുകളാണ്. പ്രത്യേകിച്ച് നോമ്പുകാരാണെങ്കിൽ പോലും ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ പ്രാർത്ഥിക്കേണ്ട പ്രത്യേക പ്രാർത്ഥനയായിട്ടും ഈ ഹദീസ് കൊടുത്തതായി കാണാൻ സാധിക്കും.
أفطر عندكم الصائمون وأكل طعامكم الأبرار ونزلت عليكم الملائكة. ഈ ഹദീസ് അഫ്തറ ഇൻദകും സ്വായിമൂൻ വഅകല തആമകുൽ മബ്റാർ വനസലത് അലൈക്കുമുൽ മലായിക. ഇമാം ഷെയ്ഖ് നസറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ജാമിഅയിൽ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഈ 2-3 പ്രാർത്ഥനകൾ എന്താ ചെയ്യുക, നമ്മൾ പഠിച്ചു വെക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വയം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നമുക്കറിയാം, അതല്ല ഇവിടെ വിഷയം. ഇവിടെ ഒരു അതിഥിയായിട്ട് നമ്മൾ പോകുമ്പോൾ ആ ആതിഥേയന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളാണ് ഈ 3 പ്രാർത്ഥനകള്. ഭക്ഷണം നൽകിയവർക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥനകൾ. അത് ഏത് സമയത്ത്, ഒരു സൽക്കാരത്തിന്റെ സമയത്തല്ലാത്ത സമയത്തിന് ഏത് സമയത്ത് നമുക്ക് ഭക്ഷണം നൽകിയോ, ഒരല്പം വെള്ളം നൽകിയോ എങ്കിൽ പോലും അല്ലാഹുമ്മ അസ്ഖിമൻ സഖാന എന്നുള്ള പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ അത്ഇമൻ അത്അമന വസ്ഖിമൻ സഖാന. അപ്പൊ 3 പ്രാർത്ഥനകൾ ഞാൻ നിങ്ങൾ മുമ്പ് വെച്ചത് എല്ലാവരും എന്ത് ചെയ്യുക, മനഃപ്പാഠമാക്കി വെക്കുക. മനഃപ്പാഠമാക്കി വെച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകൂടി ആവർത്തിക്കുക. ഒന്നാമത്തെ പ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും. അല്ലാഹുവേ, നീ ഇവർക്ക് നൽകിയിട്ടുള്ള ഇതിൽ നിന്ന് അവർക്ക് നീ ബർക്കത്ത് ചൊരിയണമേ. വഗ്ഫിർ ലഹും വറഹംഹും. അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കുകയും അവർക്ക് കരുണ ചെയ്യുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വറഹംഹും. മറ്റൊരു പ്രാർത്ഥന ഏതാണ്? അല്ലാഹുമ്മ അത്ഇമൻ അത്അമനി വസ്ഖിമൻ സഖാനി. വസ്തുമൻ അസ്ഖാനി എന്നും റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. വസ്തുമൻ സഖാനി എന്നാണ് മാറൂഫായിട്ടുള്ളത്. അല്ലാഹുമ്മ അത്ഇമൻ അത്അമന. അല്ലാഹുവേ, എന്നെ ഭക്ഷിച്ചവനെ നീ ഭക്ഷിപ്പിക്കണമേ. വസ്ഖിമൻ സഖാനി, എന്നെ കുടിപ്പിച്ചവനെ നീ കുടിപ്പിക്കണമേ റബ്ബേ. ഈ പ്രാർത്ഥന ഇമാം മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹായിട്ടുള്ള പ്രാർത്ഥനയാണ്. മറ്റൊരു പ്രാർത്ഥനയാണ് 3-ാമത്തെ പ്രാർത്ഥന. പ്രത്യേകിച്ച് നോമ്പുകാരൊക്കെ നോമ്പ് തുറപ്പിച്ചാലും പറയേണ്ടതാണ്. അതല്ലാത്ത സമയത്ത് നോമ്പിന്റെ വേളയിലല്ല എങ്കിലും പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയായിട്ടത്. അഫ്തറ ഇൻദകുമുസ് സ്വായിമൂൻ വഅകല തആമകുമുൽ അബ്റാർ വനസലത് അലൈക്കുമുൽ മലായിക. അപ്പൊ ഇതും എന്ത് ചെയ്യാ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകളുടെ കൂട്ടത്തില് ഉൾപ്പെടുത്തുക. എപ്പോഴും നമ്മുടെ ഒരാളുടെ അതിഥിയായ ആരെങ്കിലും പോകുന്നുണ്ട് എങ്കിൽ അത് ഭക്ഷണത്തിന് ശേഷം അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മളെ മനസ്സിൽ പ്രാർത്ഥിക്കുകയല്ലാതെ അവരുടെ മുമ്പിൽ അവർ കേൾക്കത്തക്ക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വറഹംഹും എന്നൊക്കെ എന്ത് ചെയ്യുക, നമ്മള് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. ഇതാണ് ഈ വിഷയത്തില് വളരെ ചുരുങ്ങിയിട്ട് പറയുവാനുള്ളത്. ഇവിടെ നമസ്കാരത്തിന്റെ സമയം ആയി തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും 1 മണിക്കൂറിന് മുകളിൽ നമ്മൾ സമയം ചെലവഴിച്ച് പഠിച്ചു വരാൻ നമ്മുടെ ഈ ഒരു ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാൻ റമദാനിലെ നമ്മുടെ ഖുർആൻ പാരായണങ്ങള്, നമ്മുടെ ഈ ഇൽമിന്റെ സദസ്സുകള്, അതേപ്രകാരം നമ്മുടെ നമസ്കാരങ്ങള്, നമ്മുടെ തറാവീഹ് ഖിയാമുകള്, അതേപ്രകാരം നമ്മുടെ തഹജ്ജുദുകള്, നമ്മുടെ ഖുർആൻ പാരായണങ്ങള്, നമ്മുടെ സ്വതക്കകള്, ദാനധർമ്മങ്ങള്, എല്ലാ അമലുകളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ റമദാൻ നല്ല പോലെ ഇബാദത്ത് ചെയ്ത് മറ്റൊരു അടുത്ത റമദാൻ സ്വീകരിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.